നമുക്കറിയാം, ഭൂമിയിൽ എഴുതപ്പെട്ട ഒത്തിരി ചരിത്രങ്ങൾക്കകത്ത് ഒത്തിരി മരണചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നിരവധി മരണത്തിൻ്റെ ചരിത്രങ്ങൾ. നമുക്കറിയാം, മരണം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന മരണങ്ങൾ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥകളെ തന്നെ മാറ്റിമറിക്കാൻ ഒരു മരണം മതി. ചില സമൂഹത്തെ മുഴുവൻ സ്വാധീനിച്ച് നിർത്തിയ ചില മരണങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. കേരള ചരിത്രത്തെ മുഴുവൻ സ്വാധീനിച്ച മരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തെ പിടിച്ചു നിർത്തിയ മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക ചരിത്രങ്ങളെ മുഴുവൻ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുവന്ന പല മരണങ്ങൾക്കും നമ്മൾ ഈ ആയുസ്സിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നിരവധി മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിലെ ചില ഗ്രഹനാഥന്മാരൊക്കെ മരിക്കുമ്പോൾ ആ കുടുംബം എത്തി നിൽക്കുന്നൊരു വല്ലാത്ത അവസ്ഥകളുണ്ട്. കേരള ചരിത്രത്തിനകത്ത് കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ സ്വാധീനിച്ച ഒട്ടനവധി മരണങ്ങൾ. കേരളത്തിൻ്റെ മുൻ 2 മുഖ്യമന്ത്രിമാരായ EK നൈനാർ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലും ഉമ്മൻചാണ്ടി കഴിഞ്ഞ വർഷവുമൊക്കെ മരിച്ച സമയത്ത് ഒരുപക്ഷെ ഈ സംസ്ഥാനം മുഴുവൻ അവരുടെ മരണത്തിന് മുമ്പിൽ വിലപിക്കുന്നതും ആ വിലാപയാത്രയുടെ മുമ്പിൽ 10,000-കണക്കിന് ജനവിഭാഗങ്ങൾ കൂടി വരുന്നതും നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞത്, ചില മരണങ്ങൾ സംസ്ഥാനങ്ങളെ മുഴുവൻ സ്വാധീനിക്കുന്നത്, സമൂഹത്തെ സ്വാധീനിക്കുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് കരുത്തുറ്റ 2 പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം ഇന്ത്യ ചരിത്രത്തിനകത്ത് ഒത്തിരി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറന്നതും ഈ ജനതയെ സ്തംഭിപ്പിച്ച് നിർത്തിയതുമാണ്. ലോക ചരിത്രത്തിനകത്ത് നോക്കിയാൽ 1-ാം ലോക മഹായുദ്ധം തുടങ്ങിയത് തന്നെ ഒരു മരണത്തിൻ്റെ പേരിലാണ്. ഒരു മരണത്തിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ തരംതിരിച്ചാണ് ശരിക്കും 2-ാം ലോക മഹായുദ്ധം ആരംഭിച്ചത് തന്നെ. അമേരിക്കയുടെ ചരിത്രം നോക്കിയാൽ അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ഭരണാധിപനായ ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മരണം ആ നാടിനെ സ്തംഭിപ്പിച്ച് നിർത്തിയതാണ്. അടിമ വ്യവസ്ഥിതിക്ക് അന്ത്യം കുറിച്ച എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹവും മറ്റ് അക്രമികൾക്ക് ഇരയായി മരിക്കുമ്പോൾ ആ രാജ്യത്തെ അത് സ്തംഭിപ്പിച്ച് നിർത്തിയതാണ്. ഞാൻ പറഞ്ഞത്, ഓരോ രാജ്യത്തെയും ഓരോ സമൂഹത്തെയും നമ്മൾ നോക്കിയാൽ അവിടെ നടക്കപ്പെട്ട പല മരണങ്ങളും ആ സമൂഹത്തെ വല്ലാതെ പിടിച്ചു നിർത്തിയതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പൊതുകാര്യം ഞാൻ പറയാം. ഈ മരണങ്ങൾ പലരും ഒരു കാലത്ത് മനുഷ്യന് സ്വാധീനം നൽകിയെങ്കിലും പിന്നീട് ഈ മരണം ചർച്ച ചെയ്യാത്തതായി മാറി. കേരള ചരിത്രത്തിനകത്ത് അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഉമ്മൻചാണ്ടിയുടെ മരണം ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. EK നൈനാറിൻ്റെ മരണം ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഭാരതത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിനകത്ത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം ഒരു ചർച്ചാ വിഷയമേ ആയിരുന്നില്ല. ഈ കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിനകത്ത് ജോൺ എഫ് കെന്നഡിയുടെ മരണം ആ സമൂഹം ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങൾക്കും ഇന്ന് പ്രാധാന്യമില്ലാതെ സമൂഹം അതിനെ തിരസ്കരിച്ച് തള്ളുമ്പോൾ കഴിഞ്ഞ 2 സഹസ്രാബ്ദമായിട്ട് ഒരു മരണം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞിട്ടും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നുവരെ ആ മരണത്തിൻ്റെ പ്രസക്തി മാറിപ്പോയിട്ടില്ല. നമുക്കറിയാം, പല ശവകുടീരങ്ങളുടെ മുമ്പിൽ 10,000 ഒഴുകിച്ചെന്നത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പം ആ ശവകുടീരങ്ങൾ നിശ്ചലമായി പോയി. അവിടെ ജനങ്ങൾ പോകാത്ത ഒരവസ്ഥ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2000 വർഷമായിട്ടും ഒരു തുറന്ന കല്ലറയുടെ മുൻപിൽ, ആ തുറന്ന കല്ലറയെ വിളംബരം ചെയ്യുന്ന വേദികളിൽ മുഴുവൻ അത്ഭുതകരമായ ഇടപെടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മരണമല്ല, അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ രക്ഷിതാവിൻ്റെ മരണത്തെ പറ്റിയാണ് മുഴുവൻ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാലത്തിനകത്ത് കാലഹരണപ്പെട്ടു പോയ ഒത്തിരിയധികം സന്ദേശങ്ങളുടെ നടുവിൽ അതിൽ ഒരു സന്ദേശമല്ല ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സന്ദേശം. മറിച്ച് അവനിക്കകത്ത് സുവ്യക്തമായി കൃത്യമായി മനുഷ്യ മനസ്സുകൾക്കകത്ത് മാറ്റം വിതച്ച മഹനീയ സന്ദേശം ഏതെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പറയും, അതിൻ്റെ പേരാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്നുള്ളത്. ഈ ദേശത്തിന് ഞങ്ങൾ വിളംബരം ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സന്ദേശമാണ്. മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്ന, മനുഷ്യന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന, ജീവിതത്തിന് പരിവർത്തനം വരുത്തുവാൻ കഴിയുന്ന ഒരു പരിവർത്തനത്തിൻ്റെ സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ സന്ദേശം, സുവിശേഷത്തിൻ്റെ സന്ദേശം. രാത്രി ഞാൻ പറഞ്ഞല്ലോ, 2000 വർഷമായിട്ട് ഈ മരണം ചർച്ച ചെയ്യപ്പെടുക. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മരണം ഇത്രയും ഗൗരവമായി ചർച്ച ചെയ്യുന്നത്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നതും അതേ മരണമുഖത്തേക്ക് തന്നെയാണ്. അതേ ആ മരണവേദിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ട് ഈ മരണം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു? കാരണം പ്രധാനമായും 2 ഒന്ന്, ഇത് സാർവത്രികമായ മരണമാണ്. എന്ന് പറഞ്ഞാൽ ഈ മരണത്തെ സ്വാധീനിക്കുന്ന ഇടമെന്ന് പറയുന്നത് തിരുവനന്തപുരം മാത്രമല്ല, കാട്ടക്കട മാത്രമല്ല, കരവാളൂർ മാത്രമല്ല എന്ന് വേണ്ട, ഏതൊക്കെ സ്ഥലമുണ്ടോ ആ സ്ഥലം മുഴുവൻ സ്വാധീനിക്കുന്നതാണ് ഈ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇത് സാർവത്രികമാണ്. ഒരു ജനത്തിന്, ജാതിക്ക്, വർണ്ണത്തിന്, വർഗത്തിന്, ഒരു സമൂഹത്തിന്, ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടത്തിന് വേണ്ടി മാത്രമുള്ളൊരു സന്ദേശമല്ല.
സമൂഹത്തെ ഉദ്ധരിക്കാൻ സാമൂഹിക പരിഷ്കർത്താക്കൾ നൽകുന്നത് പോലെ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്ന സന്ദേശമല്ല യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം. മറിച്ച് ഉലകത്തിനകത്ത് സകല ജനവിഭാഗങ്ങളെയും ഒരുപോലെ സന്ധിക്കാൻ കഴിയുന്ന, അവർക്കെല്ലാം ജയവും വിടുതലും കൊടുക്കാൻ കഴിയുന്ന ഉലകത്തിനകത്തൊരു സന്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം എന്നുള്ളത്. അതിനകത്ത് രാജ്യം വ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല, സമൂഹ വ്യത്യാസമില്ല. വിശ്വസിക്കുന്ന ഏതു മനുഷ്യരെയും രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാർവത്രിക സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതാണ് ഞാൻ പങ്കുവെക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം എന്നുള്ളത്. ഇത് സമൂഹങ്ങളെ ഉദ്ധരിക്കുന്നതാ. ഇത് സമൂഹങ്ങൾക്കകത്ത് പരിവർത്തനം വരുത്തുന്ന സന്ദേശമാണ്. 2, ഈ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സജീവതയുള്ള സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും ഈ സന്ദേശത്തിനകത്ത് ജീവനുണ്ട്. ഇത് പ്രസംഗിക്കുന്നിടത്ത് ജീവൻ സംഭവിക്കും. ഈ പ്രസംഗിക്കുന്നിടത്ത് പരിവർത്തനം വരും. പ്രസംഗിക്കുന്നിടത്ത് രൂപാന്തരം സംഭവിക്കും. ഇന്നും മനുഷ്യ മനസ്സുകൾക്ക് ഇറങ്ങിത്തന്ന് ആ മനുഷ്യൻ്റെ അന്തരാത്മാവിനകത്ത് പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഒരു സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്നുള്ളത്. ഇത് ഡീൽ ചെയ്യുന്നത് മനുഷ്യൻ്റെ അന്തർഭാഗത്ത് ആഴത്തിൽ ഇടപെട്ട് അന്തർഭാഗത്തെ വിഷയത്തെ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്നുള്ളത്. ഇത് ആന്തരിക പരിവർത്തനത്തിൻ്റെ സന്ദേശമാണ്, ആന്തരിക രൂപപ്പെടലിൻ്റെ സന്ദേശമാണ്. ജീവിതത്തിനകത്ത് ആർക്കും രക്ഷിക്കാൻ കഴിയാത്തവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന മാനവികതയുടെ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം. മനുഷ്യത്വത്തിന്റെ ഗൗരവമായ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവിന്റെ സന്ദേശം എന്തുകൊണ്ട് സജീവമായി മാറുന്നു? അത് പ്രസംഗിക്കുന്നിടത്തൊക്കെയും അതിൻ്റെ ശക്തി വ്യാപരിക്കുന്ന സന്ദേശമാണ് യേശുവിന്റെ സന്ദേശം. ഇന്ന് രാത്രി ഈ ദേശത്തെ കാട്ടാക്കടയുടെ ഈ ദേശത്ത് ഞാൻ ഈ സന്ദേശത്തെ ഉയർത്തുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ ശക്തി വ്യാപരിക്കും. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മഹത്വം പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരത്ഭുത സന്ദേശമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവർ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറയണം, ഈ സന്ദേശം ഇന്നും ശക്തിയുള്ളതാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു ആശയത്തെയല്ല, കൺഫ്യൂഷ്യസ് പ്രചരിപ്പിച്ച കൺഫ്യൂഷ്യാനിസത്തിന്റെ ആശയം പോലെ. അതുപോലെ ഇവിടെയുള്ള താത്വിക ആചാര്യന്മാർ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അങ്ങനെയുള്ള ഉന്നതനായ തത്വജ്ഞാനികൾ പ്രചരിപ്പിച്ച താത്വിക ചിന്താഗതികൾ പോലെ, വാളുകൊണ്ട് വിപ്ലവം അഴിച്ചുവിട്ട അലക്സാണ്ടറിന്റെ വിപ്ലവം പോലെ, ഭരണപരമായ ഔന്നത്യം നൽകിയ ജോസഫ് സ്റ്റാലിന്റെ അനുഭവങ്ങൾ പോലെ, വംശീയതയുടെയും വർഗീയവാദത്തിന്റെയും ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് ഏറ്റവും അവസാനം മരിച്ചുപോയ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ചരിത്രം പോലെ അങ്ങനൊരു ചരിത്രമല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിളംബരം ചെയ്യുന്നത്. വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പരിവർത്തനം കെടുത്താൻ കഴിയുന്ന ഒരു പരിവർത്തനത്തിന്റെ തങ്കലിപിൽ എഴുതപ്പെട്ട ഒരു തങ്ക സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ പേരാ സുവിശേഷത്തിന്റെ സന്ദേശം, യേശു ക്രിസ്തുവിന്റെ സന്ദേശം. അതിനകത്ത് ജാതി വ്യത്യാസമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല. ഇന്ന് രാത്രി ആരൊക്കെ വിശ്വസിക്കുന്നോ ആ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ രാത്രി അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഏകവും വ്യക്തവും കൃത്യവും ആ ഗൗരവമുള്ള സന്ദേശത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നു. അത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ആ സന്ദേശത്താൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ഗൗരവത്തോടെ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ധൈര്യത്തോടെ മഹത്വം കൊടുത്തിട്ട് പറയണം, യേശുവിന്റെ നാമമാണ് എനിക്ക് പരിവർത്തനം വരുത്തിയത്. അപ്പോൾ ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത 2 ഞാൻ പറഞ്ഞു. 1, ഇത് സാർവത്രികമാണ്. 2, ഇത് ശക്തിയുള്ളതാണ്. ഞാൻ ഇന്ന് രാത്രിയിലെ പ്രധാനപ്പെട്ട പ്രമേയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുക. നമ്മൾ ഈ വായിച്ചത് സംഭവങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇതൊരു മരണവേദിയാണ്, യേശുക്രിസ്തുവിന്റെ മരണവേദി. ആ കാൽവറിയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർന്നു നോക്കിയാൽ 3 ക്രൂശുകൾ അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. 3 ക്രൂശുകൾ. 1 യേശുവിന്റെ ക്രൂശ്, 2 ദുഷ്പ്രവൃത്തിക്കാരുടെ ക്രൂശുകൾ. അങ്ങനെ മൊത്തം 3 ക്രൂശുകൾ അവിടെ ഉയർന്നു നിൽക്കുക. ഞാനതിന് ഓരോ പേരുകൾ നൽകി ഇന്ന് രാത്രി ആ ഭാഗം പുരോഗമിക്കാൻ താല്പര്യപ്പെടുകയാണ്. 1, അതിൻ്റെ നടുവിലുള്ള ക്രൂശ് യേശുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിന് ഞാൻ ഇപ്രകാരം പറയുന്നു, ദ ക്രോസ് ഓഫ് റിഡംഷൻ. അത് വീണ്ടെടുപ്പിൻ്റെ ക്രൂശാണ്, വീണ്ടെടുപ്പിൻ്റെ ക്രൂശ്. അതിന് അടുത്തത് മറ്റൊരു ക്രൂശ് നോക്കിയാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ്റെ ക്രൂശാണ്. ആ ക്രൂശ് ഞാൻ ഇപ്രകാരം പറയുന്നു, ദ ക്രോസ് ഓഫ് റിജക്ഷൻ. തിരസ്കരണത്തിൻ്റെ ക്രൂശാണ് ഒരു ക്രൂശ്. അടുത്തതായിട്ട് മറ്റൊരു ക്രൂശുണ്ട്. ആ ക്രൂശിൻ്റെ പേര് ദ ക്രോസ് ഓഫ് റിസപ്ഷൻ എന്നാണ്. അത് അംഗീകാരത്തിൻ്റെ ക്രൂശാണ്. അപ്പോൾ 1 വീണ്ടെടുപ്പിൻ്റെ ക്രൂശ്, 2 തിരസ്കരണത്തിൻ്റെ ക്രൂശ്, 3 അംഗീകാരത്തിൻ്റെ ക്രൂശ്. ആ ക്രൂശിൽ കിടന്ന 2 വ്യക്തിത്വങ്ങളെ, ക്രിസ്തു ഒഴികെയുള്ള 2 വ്യക്തിത്വങ്ങളെ നമ്മൾ നോക്കിയാൽ ഇവർക്ക് 2 പേർക്കും തമ്മിൽ ഒരു പൊതു സ്വഭാവമുണ്ട്.
ഇവർ രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാരാണ്. പേര് പറഞ്ഞറിയപ്പെടാത്ത രണ്ടുപേരാണ് ആ സമൂഹത്തിനകത്തുള്ളത്, ദുഷ്പ്രവർത്തിക്കാർ. നമുക്കറിയാം, ചില സമൂഹത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലരെ പേര് പറഞ്ഞാൽ അറിയത്തില്ല, മറിച്ച് പ്രവൃത്തി പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ചെങ്ങന്നൂർ പട്ടണത്തിനകത്ത് കുറച്ച് നാളുകൾക്ക് പുറകിൽ ഇതുപോലൊരു സുവിശേഷ പ്രഭാഷണം നടത്തുന്നതിന് മുൻപ് ഒരു പ്രിയപ്പെട്ടവൻ തൻ്റെ അനുഭവ സാക്ഷ്യം ആ നാട്ടിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് 10-25 വർഷങ്ങൾ പുറകിൽ ചെങ്ങന്നൂരിൽ ഈ മനുഷ്യനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തൻ്റെ പേര് ഷാജി എന്ന. പക്ഷെ ഷാജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അറിയത്തില്ല, മറിച്ച് ഷാജി എന്ന പേര് കോമൺ ആയതുകൊണ്ട് അതിനോട് ആ നാട്ടുകാർ തൻ്റെ സ്വഭാവം ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്, നാശം ഷാജി. നാശമെന്ന് പറഞ്ഞാൽ മാത്രമേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ, മോശമെന്ന് പറഞ്ഞാൽ മാത്രമേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. കാരണം ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കിയാൽ നാശം തന്നെയാണ് നാട്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരിട്ട പേര് നാശമെന്നാണ്, നാശം ഷാജി എന്ന. പക്ഷെ താൻ 25 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു അനുഭവം പറഞ്ഞു. അന്ന് നാശമെന്ന് പറഞ്ഞ് മനുഷ്യനെ അപമാനിച്ച മനുഷ്യനെ ഇന്ന് നല്ല മനുഷ്യനാക്കി തീർത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അതിൻ്റെ പേരാ സുവിശേഷം എന്ന് പറഞ്ഞ. നാശമെന്ന് പേര് പറഞ്ഞ് സമൂഹം അപഗ്രഹിച്ചൊരു മനുഷ്യനെ, ആ സമൂഹം തള്ളിക്കളഞ്ഞൊരു മനുഷ്യനെ മാറ്റിമറിച്ചൊരു സുവിശേഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ചില സമൂഹത്തിനകത്ത് ചിലരെയൊക്കെ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തി പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് കത്തിയെന്നും കൊടുവാളെന്നും വടിവാളെന്നും ഒക്കെ പറഞ്ഞ് ചിലരെയൊക്കെ അറിയപ്പെടുന്നതിൻ്റെ പിൻപിലെ കാര്യം അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ പേരിൽ അവർ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇത്. തൻ്റെ പേര് പോലും ആ സമൂഹം പറയുന്നില്ല, മറിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ മാത്രം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരായുസിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത മനുഷ്യൻ, എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയ മനുഷ്യൻ, ജീവിതത്തിനകത്തൊരു സ്വസ്ഥതയും ആയുസിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് തിന്മകൾ മാത്രം ചെയ്തൊരു മനുഷ്യൻ, ഏറ്റവും അവസാനം മരണത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുക. എന്നാൽ അവിടെ വെച്ച് ഈ മനുഷ്യന് വന്നൊരു തിരിച്ചറിവാണ് ഇന്ന് രാത്രി ഏറ്റവും പ്രസിദ്ധമായ വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ എനിക്ക് തിരിച്ചറിവ് വന്നപ്പോൾ ഈ മനുഷ്യൻ വിളിക്കുന്നൊരു വിളിയുണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമേ. അതിനു മുൻപ് താൻ പറഞ്ഞ 2-3 കാര്യം ഇന്ന് രാത്രി ഗൗരവമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ, തനിക്ക് വന്നത് ക്രിസ്തുവിനെ പറ്റി ഒരു അറിവല്ല തനിക്ക് സംഭവിച്ചത്, ക്രിസ്തുവിനെ പറ്റി ഈ മനുഷ്യൻ ഒരു തിരിച്ചറിവ് സംഭവിക്കാനിടയായി. അതുകൊണ്ട് താൻ അവിടെ നിന്ന് പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഒരു പദപ്രയോഗം. ഒന്നാമത്തെ തിരിച്ചറിവ്, അവനവനെ തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യൻ ആദ്യം തിരിച്ചറിഞ്ഞത് തന്നെ തന്നെയാണ്. താൻ എത്ര പരിമിതനാണെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. താൻ ഒരു പാപിയാണെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, നാം ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നു. അടുത്തിടെ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുക, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തത് പാപമാണെന്ന്, ഞാൻ ചെയ്തത് തിന്മയാണെന്ന്, ഞാൻ ചെയ്തത് അപരാധമാണെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് തൻ്റെ ജീവിതത്തിനകത്ത് അതിനകത്തുനിന്ന് ഉദ്ധാരണം സംഭവിച്ചത്. ഞാൻ പറഞ്ഞത്, ജീവിതം രക്ഷപ്പെടണമെങ്കിൽ, ജീവിതത്തിന് പരിവർത്തനം വരണമെങ്കിൽ ഒന്നാമത് വേണ്ട തിരിച്ചറിവ് അവനവനെ തിരിച്ചറിയണം. നാം ആരെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എത്ര പരിമിതന്മാരാണെന്ന് തിരിച്ചറിയണം. അടുത്തത്, നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ കുടികൊള്ളുന്ന ഒരു പാപമുണ്ടെന്ന് തിരിച്ചറിയണം. പലരും ചോദിക്കും, ഈ മൈക്ക് വെച്ചിട്ടാണ് പാപം എന്ന പദം ഉറക്കെ വിളിച്ച് പറയുന്നത്? അതല്ലാതെ പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ട് തെളിവായി നിൽക്കുന്നത് മനുഷ്യൻ പാപിയാ. അവനറിയാത്ത അടിമത്തത്തിനകത്താണ് മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നത്. അവനറിയാത്ത അടിമത്തത്തിനകത്ത് മനുഷ്യനെ ഇപ്പോഴും ഗ്രസിക്കുന്ന, അവനെ തകർത്തുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിൻ്റെ വ്യവസ്ഥിതികളുണ്ട്. എൻ്റെ സ്വദേശം ഹരിപ്പാട് പള്ളിപ്പാടാണ്. ഞങ്ങളുടെ നാടിനടുത്താണ് മാവേലിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ മാവേലിക്കരയിൽ നടന്ന 1-2 സംഭവങ്ങൾ ഈ കഴിഞ്ഞ 6 വർഷത്തിനകത്ത് ഒരു കുടുംബം മുഴുവൻ തകർന്നു പോയൊരു ചരിത്രമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ ഭാര്യ, അവർക്കൊരു കുഞ്ഞ്. ഈ കുഞ്ഞിന് 3 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ ചെറുപ്പക്കാരൻ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം കുടുംബത്തിനകത്ത് വല്ലാത്ത വിഷയമുണ്ടാക്കി. ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ അമ്മ, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഈ കുഞ്ഞിന് 3 വയസ്സ് മാത്രം പ്രായം. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ കുടിയൊക്കെ ഒന്ന് നിർത്തി, ഒന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണിച്ചു. പക്ഷേ അല്പകാലത്തിന് ശേഷം പിന്നെയും ഈ മനുഷ്യൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞിന് 3 വയസ്സും കൂടെ പിന്നിട്ടു. ഇതിന് 6 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു ദിവസം ഈ മനുഷ്യൻ മദ്യപിച്ച് ആ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന ആ പെൺകുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് ഈ മനുഷ്യൻ മഴുവെടുത്ത് വീശുന്നൊരു രംഗമുണ്ട്. മഴുവെടുത്ത് വീശി. ഐശ്വര്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി കഴിഞ്ഞ വർഷം ഈ സ്വന്തം അപ്പൻ മഴുവെടുത്ത് കഴുത്തിൽ വെട്ടി കഴുത്ത് അറ്റു തൂങ്ങിക്കിടന്നു. ഈ മനുഷ്യൻ എന്നിട്ടും നിർവികാരിയായി ഒരു പ്രതികരണങ്ങളുമില്ലാതെ അവിടെ നിന്നു. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പിൻപിലെ കാരണം അവൻ്റെ ഉള്ളിൽ ഗ്രസിച്ചിരുന്ന അടിമത്തമാണ്. 6 വയസ്സുള്ള തൻ്റെ പിഞ്ചോമനയുടെ കഴുത്തറ്റ് കിടന്നിട്ടും ഒരു വികാരവുമില്ലാതെ അവനവിടെ നിന്നു. പക്ഷെ എന്ത് നേടി? പോലീസിൻ്റെ പിടിയിലായി ഈ മനുഷ്യൻ.
വിചാരണക്കിടയിൽ ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് വിചാരണയ്ക്ക് വേണ്ടി മാവേലിക്കര വന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞത് 6 വർഷത്തിനകത്ത് ഒരു കുടുംബം മുഴുവൻ മുടിഞ്ഞുപോയി, ഒരു കുടുംബം വേരറ്റുപോയി, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നുപോയി. സംഭവിച്ചത് അവനെ ബാധിച്ച ഒരു അടിമത്തമാണ്. സ്വന്തം ഭാര്യയുടെ മരണത്തിന് കാരണമായി. സ്വന്തം 6 വയസ്സുകാരുടെ കഴുത്തിന് നേരെ കടാരയോങ്ങുന്ന നിലവാരങ്ങളിൽ ഒരപ്പൻ അതപ്പൊതിച്ചെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒറ്റ കാരണം അവനറിയാതെ അവനെ ഗ്രസിച്ച ഒരടിമത്തത്തിൻ്റെ കണ്ണുണ്ടെന്നുള്ളതാണ്. തീർന്നിട്ടില്ല. ഞാൻ സാധാരണ പരസ്യവേദികളിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ FIR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് 10:30 മണിക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ സംരക്ഷണം ചെയ്തൊരു ചരിത്രമുണ്ട്. കൊല്ലം ജില്ലയിൽ രാധ എന്ന് പറയുന്ന ഒരു അമ്മ നടത്തിയ കൊലപാതകം, മൂന്ന് പേരുടെ കൊലപാതകം 10 മിനിറ്റിനകത്ത് ചെയ്തൊരമ്മ. തനിക്ക് കടം കൊടുത്തൊരു സഹോദരി 10,000 രൂപ കടം കൊടുത്തു. തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസത്തിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവർ വല്ലാതെ നിർബന്ധിച്ച് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഇവരുടെ മനസ്സിൽ വന്നൊരു ചിന്ത, അവരെ അങ്ങ് കൊന്നുകളഞ്ഞാലോ. സന്ധ്യ മയങ്ങിയ സമയത്ത് തൊഴിലുറപ്പിന് ഉപയോഗിക്കുന്ന വാക്കത്തീവ് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ഈ സഹോദരി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ചാടിച്ചെന്ന് അവരുടെ കഴുത്തുറത്തു. രക്തം ചീറിത്തെറിക്കുന്നത് കണ്ടപ്പോൾ ആരോ പൊന്തക്കാട്ടിനകത്ത്, ഇവർ പോലും അറിയാതെ ആ കാട്ടിനകത്തിരുന്ന് ആരോ കരയുന്നൊരു കാഴ്ച ഇവർ കണ്ടു. അമ്മ സന്ധ്യ മയങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് കണ്ട് ഈ അമ്മയുടെ രാധയുടെ 2 പെൺകുഞ്ഞുങ്ങൾ അമ്മ കാണാതെ അമ്മയുടെ പുറകിൽ വന്നതാ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ കണ്ടത് അമ്മ നടത്തുന്ന കൊലപാതകമാണ്, അമ്മ കഴുത്തിറക്കുന്ന കാഴ്ചയാ. ഈ കുഞ്ഞുങ്ങൾ അലറിക്കരയുകയാണ്. ഓടിച്ചെന്ന് ബലിഷ്ഠമായ കരം കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച പൊന്തക്കാട്ടിനകത്തിരുന്നു. അടുത്ത 10 മിനിറ്റിനകത്ത് 2 കുഞ്ഞുങ്ങളും ഇഹലോകവാസം പിടിഞ്ഞു. ഇതുപറ്റി അമ്മയുടെ കൈക്കകത്തോട് തന്നെ ഈ 2 കുഞ്ഞുങ്ങളും മരിച്ചു വീണു. ജനിപ്പിച്ച അമ്മ തന്നെ ആ കുഞ്ഞുങ്ങളുടെ അന്തകനായി മാറി. ആ നൊന്തു പ്രസവിച്ച ഉദരം തന്നെ ആ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിനപ്പുറത്ത് ഈ കുഞ്ഞുങ്ങൾ ഒരു ശാപം പേറിയിട്ടില്ല. ഈ അമ്മ തന്നെ ആ കരം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ തീർത്തു കളഞ്ഞു. അടുത്ത് 24 മണിക്കൂർ പോലും സമയമെടുത്തില്ല. അതിനു മുമ്പേ ആ പോലീസ് അധികാരികളുടെ പിടിയിലായി. ഒരു വനിതാ പോലീസ് ചോദ്യം ചോദിച്ചപ്പോൾ ഇവരോട് ചോദിച്ചൊരു ചോദ്യം ഏഷ്യാനെറ്റുകാർ പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാ, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ച് കൊലപാതകം ചെയ്യാൻ? അവർ കൊടുത്തൊരു മറുപടി കൊണ്ട്, ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കാരണമില്ലാതെ നൊന്ത് നോവിച്ചിട്ടില്ല, അതിനെ ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല. എൻ്റെ നാട്ടിൽ എന്നെപ്പറ്റി ഒരു തെറ്റായ ഒരു അഭിപ്രായം പോലും ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അടുത്തൊരു പദം ഞാൻ പറഞ്ഞ പദമല്ല, ഏഷ്യാനെറ്റുകാർ ഉപയോഗിച്ച അതേ പദം ഞാൻ പറയാം. എന്നാൽ ആ ഒരു നിമിഷം ഞാൻ അറിയാത്തൊരു പൈശാചിക ശക്തി എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. ഇതേ പദം, പൈശാചിക ശക്തി എന്ന പദം ഞങ്ങൾ ഉപയോഗിക്കുന്ന പദമല്ല. ആ ചാനൽ ഉപയോഗിച്ച് അവർ ഈ രാധ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ പദം അവർ ഉപയോഗിച്ചതാണ്. എന്തോ ഒരു പൈശാചിക ശക്തി ആ നിമിഷം എന്നെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. 6 കൊലപാതകം നടത്തിയ കൂടത്തായിലെ ഒരു സഹോദരിയുണ്ട്. ഈ സഹോദരി പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ചില നിമിഷം ഞാൻ ഒരു ഭ്രാന്ത് ബാധിച്ചവളെ പോലെയാകും, ചില നിമിഷം ഞാൻ എന്തോ ഒരു പ്രകൃതിക്ക് അപ്പുറത്തേക്ക് എന്തോ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നത് പോലെ ഞാൻ ചില സമയത്ത് ഒരു പൈശാചിക അടിമത്തത്തിനകത്താകും. ആ നിമിഷം ആരെ കൊല്ലാനും എനിക്കൊരു മടിയില്ലാതായി മാറും. ഞങ്ങൾ ഇത് തന്നെ പറയുന്നത് അടിമത്തമെന്ന്. കുടുംബത്തിനകത്ത് മനുഷ്യനെ തകർക്കുന്ന അടിമത്തങ്ങൾ, സമൂഹത്തിനകത്ത് മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്ന അടിമത്തങ്ങൾ, സമൂഹത്തിനകത്ത് നിലയും വിലയും നഷ്ടപ്പെടുത്തുന്ന അടിമത്തങ്ങൾ, സ്ഥാനവും മാനവും നഷ്ടപ്പെടുത്തുന്ന അടിമത്തങ്ങൾ. കോളേജ് അധ്യാപകൻ കുടിച്ചു കൂത്താടി കവലകൾ നിൽക്കുമ്പോൾ അവൻ പഠിപ്പിക്കുന്ന പ്രൊഫഷനോട് ധാർമ്മികത പുലർത്താതെ അവൻ അതിനെ സേവിച്ചവിടെ നിൽക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് താങ്കളുടെ ഉള്ളിലും അടിമത്തമുണ്ടെന്ന്. മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിന്റെ തലവന്മാരെ MDMA കൊണ്ട് പിടിക്കപ്പെടുമ്പോൾ അവർ വിശ്വസിക്കുന്ന പ്രൊഫഷനക്കപ്പുറത്തേക്ക് അവർ സഞ്ചരിക്കുന്നെങ്കിൽ വെളിപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അടിമത്തമുണ്ടെന്നാണ്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള സർക്കാർ ജോലി ചെയ്യുന്നവർ പലരും ഏറ്റവും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടുമ്പം അതിന്റെ പിൻപിലെ കാരണം ഇതിന്റെ മുൻപിൽ അടിമത്തമുണ്ടെന്നാണ്. ആ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉന്നത ഉദ്യോഗസ്ഥനായി നിന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെ നിഷ്കരണം പീഡിപ്പിച്ച് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം പറഞ്ഞ് ഒരുവൻ ജയിലിനകത്ത് കിടപ്പുണ്ട്. വെളിപ്പെടുന്നത് അടിമത്തമുണ്ടെന്നാണ്. സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്ന ഭർത്താവ് വെളിപ്പെടുത്തത് അടിമത്തമുണ്ടെന്ന്. മനുഷ്യനറിയാതെ അവനെ തിന്മയിലേക്ക് നയിക്കുന്ന, അരാജകത്വത്തിലേക്ക് നയിക്കുന്ന, അധാർമികതയിലേക്ക് നയിക്കുന്ന, തിന്മയുടെ തോഴനായി അവനെ തള്ളിയെറിയുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. ആ ശക്തിയുടെ പേരാ പൈശാചിക ശക്തി, പാപത്തിന്റെ ശക്തി എന്നുള്ളത്.
മനുഷ്യനെ തല ഉയർത്താൻ അനുവദിക്കാതെ തിന്മകളുടെ കൂടപ്പിറപ്പായി അവരെ എന്നെയും തകർത്തെറിയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി പാപത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ തിരിച്ചറിയുന്നെങ്കിൽ ഒന്നാമത് തിരിച്ചറിയണം, ഞാനറിയാതെ എൻ്റെ ഉള്ളിലൊരു അടിമത്തമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് ഇനി മദ്യം ഉപയോഗിക്കത്തില്ലെന്ന് എത്ര വട്ടം സത്യം ചെയ്തിട്ടും അടുത്ത ദിവസങ്ങൾ ബിവറേജ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാലനങ്ങിച്ചെന്ന് ക്യൂ നിൽക്കുന്നെങ്കിൽ അത് വെളിപ്പെടുത്തത് അടിമത്തമാണെന്ന. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല, എനിക്കെൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത് വെളിപ്പെടുത്തത് അടിമത്തമാണ്. ഒരു തെറ്റ് ആവർത്തിക്കരുതെന്ന് വിചാരിച്ചിട്ടും പലവട്ടം അത് പിന്നെയും ആവർത്തിക്കുന്നെങ്കിൽ അത് വെളിപ്പെടുത്തത് അടിമത്തമാണ്. എന്നാൽ ഈ അടിമത്തത്തിനകത്തു നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം അറിയിക്കേണ്ടതിനാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ക്രൂശിൽ കിടക്കുന്ന, ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ കിടക്കുന്ന ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ തിരിച്ചറിവ്, ഞാനൊരു അടിമയാണ്, ഞാൻ പാപത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, ഞാൻ തെറ്റു ചെയ്തവനാണ്. അടുത്തത് രണ്ടാമത്തെ തിരിച്ചറിവ്, ഈ തെറ്റൊന്നും ഇവിടെ ഇത് വിധി പറയാതെ പോകത്തില്ല, ഈ തെറ്റിനൊരു ശിക്ഷയുണ്ട്. താൻ പറഞ്ഞു, ഞാൻ അരുതാത്തതെന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ട് ന്യായമായ ശിക്ഷ അനുഭവിക്കുക. ഒരു കാര്യം ഉറപ്പ്, ഇവിടെ ചെയ്ത കൊലപാതകങ്ങൾക്ക് ഇവിടെ ശിക്ഷയുണ്ട്, ഇവിടെ ചെയ്ത അക്രമങ്ങൾക്ക് ഇവിടെ ശിക്ഷയുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, ഇവിടം കൊണ്ട് ശിക്ഷ തീരത്തില്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനകത്ത് വ്യക്തമായിട്ട് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഇവിടെ പലരും പറയുന്നൊരു പദമുണ്ട്, കാലം കണക്ക് പറയാതെ പോകത്തില്ല. ഈ ഭൂമിയിൽ കണക്ക് പറഞ്ഞാലും കണക്ക് പറഞ്ഞില്ലെങ്കിലും ഇതിനപ്പുറത്തുള്ള ജീവിതത്തിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. നായോ നരിയോ അല്ലെങ്കിൽ പലവിധ ജീവിതത്തിൻ്റെ ആവർത്തനത്തിനപ്പുറത്ത് പരിശുദ്ധ അനുഭവത്തിലേക്ക് വന്ന് ജീവിതം ശുദ്ധമായി ചേർന്ന് അത് പ്രകൃതിയിൽ അലിഞ്ഞു തരുന്നൊരു പ്രതിഭാസമില്ല. ഈ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് ഈ ഭൂമിയിൽ എങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും എൻ്റെ നാളെ എന്താണെന്നുള്ളത്. റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, അദ്ദേഹം ഒരു ഡോക്ടറാണ്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ ഐസിയുവിനകത്താണ് വിഷയങ്ങളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന മനുഷ്യൻ നിരീശ്വരവാദി, ദൈവമുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തൻ്റെ തിയേറ്റർ അനുഭവത്തിനകത്തുനിന്ന്, തൻ്റെ ഐസിയു അനുഭവത്തിനകത്തുനിന്ന് ഒത്തിരി പേരുടെ മരണത്തിന് ഈ മനുഷ്യൻ സാക്ഷ്യം വഹിച്ചു. എന്നാൽ മരണത്തിൽ അവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പലരെയും ഈ മനുഷ്യൻ കണ്ടു. മരിച്ചു കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് ശേഷം ജീവൻ പ്രാപിക്കുന്ന ആൾക്കാർ, മരിച്ചതിന് ശേഷം സെക്കൻഡുകൾക്ക് ശേഷം തിരിച്ചു വരുന്ന ആൾക്കാർ, മരണത്തിന് ശേഷം ചില മിനിറ്റുകളോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ അടുത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള പലരെയും എന്ന് പറഞ്ഞ ഫിസിക്കൽ ഡെത്ത് ക്ലിയർ ചെയ്തതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പല ചരിത്രങ്ങളെ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വിശ്വപ്രസിദ്ധനായ ഒരു മനുഷ്യനാ. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു മനുഷ്യനാണ് റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യന്റെ ചരിത്രത്തിനകത്ത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന പലരുടെയും ചരിത്രത്തോട് ഈ മനുഷ്യൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. കാരണം ഇവർ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലർ വരുന്നത് ആർത്തലച്ച് കരഞ്ഞുകൊണ്ടാണ് പലരും വരുന്നത്. വല്ലാതെ നിലവിളി ഉയർത്തിക്കൊണ്ട്, മുഖമെല്ലാം ഭയത്തിന്റെ ഭാവത്തോടുകൂടെ വല്ലാതെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഇവർ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരിക. ചിലർ വല്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ മറ്റു ചിലർ തിരിച്ചു വന്നപ്പം അവർ മരിച്ചതിനേക്കാളും അവരുടെ മുഖം എന്തോ വെട്ടിത്തിളങ്ങുന്നത് പോലെ ഒരു കാഴ്ചയിൽ അവർ പലരും തിരിച്ചു വരുന്നു. അവരുടെ മുഖം വളരെ പുഞ്ചിരിയോടെ നിൽക്കുന്നു. അവർ ആ സന്തോഷപരമായ വാക്കുകൾ പറയുന്നു. ഇദ്ദേഹം ഇതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി, ഇവരോട് ഓരോരുത്തരോടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് അവിടെ കിട്ടിയത്? അവരിൽ ഒന്ന് രണ്ട് പേർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തോ ഞങ്ങൾ ഉയർച്ചയിലേക്ക് പോയി, അവിടെ നിന്ന് താഴേക്ക് നിപതിക്കുന്നത് പോലെ, ഒരു കൂരിട്ടിനകത്തേക്ക് ആഴത്തിലുള്ള കുഴികൾക്കകത്തേക്ക് ഇറങ്ങി വീഴുന്നത് പോലെ ഞങ്ങൾ താഴേക്ക് നിപതിക്കുക. ചുറ്റും ഞങ്ങൾ ആർത്ത അട്ടഹാസങ്ങൾ കേൾക്കുക. മനുഷ്യൻ ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന വാക്കുകൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുക. എന്തോ പൈശാചിക ശക്തികൾ ഞങ്ങൾക്ക് ചുറ്റും നിന്ന് ഭീഭത്സകമായി ഞങ്ങളെ നോക്കി ആ ഭയാനകമായി അവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. ഈ അനുഭവങ്ങൾ കണ്ട് അലറി വിളിച്ചാണ് പലരും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത്, ഞങ്ങളെന്തോ ഭയാനകമായ ഒരു അവസ്ഥയ്ക്ക് ഈ മരണത്തിനപ്പുറത്ത് സാക്ഷ്യം വഹിച്ചു. ഞാൻ ഈ പറയുന്ന സംഭവത്തെപ്പറ്റി കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിനകത്ത് റെയ്മണ്ട് മൂഡിയുടെ പുസ്തകമുണ്ട്. ഈ പുസ്തകം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വ്യക്തികളുടെയും ചരിത്രം പറഞ്ഞ് റെയ്മണ്ട് മൂഡി എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. താൻ നേരിട്ട് എൻകൗണ്ടർ ചെയ്തപ്പെട്ട അനുഭവങ്ങൾ ഈ മനുഷ്യൻ എഴുതി വെച്ചിട്ട് പറയുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു കൂട്ടത്തിന് സംഭവിച്ചു. പക്ഷെ മറ്റൊരു കൂട്ടങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ അതുവരെ കാണാത്ത ഒരു പ്രകാശത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ നയിക്കപ്പെട്ടു.
അതുവരെ കാണാത്തൊരു പ്രകാശமான അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ചിറക് വിരിച്ച് നിൽക്കുന്ന ദൂത സഞ്ചയങ്ങളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് മുമ്പിൽ അസാധാരണമായ ഒരു മ്യൂസിക്കിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഏറ്റവും അസാധാരണമായ ഞങ്ങൾ ആയുസിൽ ഇന്നുവരെ കാണാത്ത ശബ്ദങ്ങൾ ഞങ്ങൾ അതിനകത്ത് കേട്ടു. അവർ ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല. പക്ഷേ ഏതോ ഒരു നിമിഷം അവർ തിരിച്ച ജീവിതത്തിലേക്ക് വരിക. അവരുടെ മുഖത്തെ പ്രസരിപ്പുണ്ട്, മുഖത്തെ സന്തോഷമുണ്ട്. ഈ മനുഷ്യൻ ഏറ്റവും അവസാനം നിരീശ്വരവാദിയായ മനുഷ്യൻ അവസാനം എഴുതിയ പുസ്തകത്തിനകത്ത് റെയ്മണ്ട് മൂഡി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതമൊന്നും ഇവിടം കൊണ്ട് തീരത്തില്ല, ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എന്നിട്ട് റെയ്മണ്ട് മൂഡി എഴുതുന്ന ഒരു പദപ്രയോഗമുണ്ട്. ആ ജീവിതം അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ എന്തു ചെയ്യുന്നോ ഇതാണ് അടുത്ത ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്, അടുത്ത ജീവിതത്തെ സ്വാധീനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ഇവിടെ എന്തൊക്കെ ചെയ്തോ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ന്യായം പറയേണ്ടി വരുന്ന, കണക്ക് പറയേണ്ടി വരുന്ന, നിങ്ങൾ എണ്ണിപ്പറയേണ്ടി വരുന്ന ഒരു ദിവസം മുമ്പിൽ വരുന്നുണ്ടെന്നുള്ളത് ഒരു പരസ്യമായ സത്യമാണെന്ന് ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ കണക്ക് പറയേണ്ടി വരും, ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്ന പദപ്രയോഗം അതുപോലെ തന്നെ പറയാം. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണത്തിനപ്പുറത്ത് ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. അന്നൊരു പദപ്രയോഗം പറഞ്ഞു. ഇന്ന് രഹസ്യത്തിൽ പറയുന്നതൊക്കെ പരസ്യത്തിൽ കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നിങ്ങൾ രഹസ്യത്തിൽ ചെയ്തത് പലതും പരസ്യമായിട്ട് വെളിപ്പെട്ട് ദൈവത്തിന് മുമ്പാകെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. ന്യായവിധിയുടെ ദിവസം വരും. ന്യായാധിപതിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പൊ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. ഈ ചെയ്തതിനൊക്കെ ഒരു ശിക്ഷയുണ്ട്, ഇതിനൊക്കെ ന്യായവിധിയുണ്ട്. ഇത് എണ്ണിപ്പറഞ്ഞ് കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ, ഒരു ശിക്ഷയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ശിക്ഷ മാറുന്ന ഇടത്തേക്ക് എൻ്റെ കണ്ണുകൾ നോക്കുന്നത്. ഇപ്പം ചെയ്ത തെറ്റിന് മുഴുവൻ ശിക്ഷയുണ്ട്. ചെയ്ത തെറ്റിന് പരിഹാരം അല്ലെങ്കിൽ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞത്, ഒന്ന്, തെറ്റ് ചെയ്തു. രണ്ട്, തെറ്റിന് ശിക്ഷയുണ്ട്. മൂന്നാമത് താൻ തിരിച്ചറിഞ്ഞത്, അവിടെ കിടന്നുകൊണ്ട് തനിക്ക് ഒരു കാര്യം അറിയാം, ഇതിനകത്തൊന്നും ഇനി രക്ഷിക്കാൻ ഈ ഭൂമി കാണുന്ന ഒറ്റ മതത്തിനും കഴിയത്തില്ല, ഒറ്റ പ്രവർത്തിക്കും കഴിയത്തില്ല. ഞാൻ അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പെരുന്നാളുകൾ, പദയാത്രകൾ, തീർത്ഥയാത്രകൾ, യാഗയോഗ കർമാദികൾ, അബദ്ധ ജടിലമായ ആചാര അനുഷ്ഠാനങ്ങൾ, ഇതൊന്നും ചെയ്താൽ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് ഈ മനുഷ്യന് നല്ല ഉറപ്പുണ്ട്. കാരണം ക്രൂശി വെച്ച് എന്നാ ചെയ്യാനാ? ക്രൂശി വെച്ച് എന്ത് ചെയ്യാനാ? എന്ത് പ്രവർത്തി ചെയ്യാനാ? അതിനകത്ത് എന്താ കർമാചാരങ്ങൾ ചെയ്യാനാ? ഇതൊന്നും ചെയ്ത പുറത്തു വരത്തില്ലെന്ന് ഈ മനുഷ്യന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതുകൊണ്ടൊന്നും കഴിയത്തില്ല, ഇതുകൊണ്ടൊന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പം മൂന്നാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടൊന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ ഒന്ന്, ചെയ്തത് തെറ്റ്. രണ്ട്, തെറ്റിന് ശിക്ഷയുണ്ട്. മൂന്ന്, എൻ്റെ പ്രവൃത്തികളൊന്നും എന്നെ രക്ഷിക്കത്തില്ല. ഈ ബോധ്യം വന്നപ്പോഴാണ് അടുത്തൊരു തിരിച്ചറിവ് വന്നത്. എനിക്ക് രക്ഷപ്പെടുക്കാൻ കഴിയത്തില്ല, സ്വയം കഴിയില്ല. പക്ഷേ ഈ മനുഷ്യൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയരെ, ജീവിതത്തിനകത്ത് മാറ്റം വരണമെങ്കിൽ അവനോനെ തിരിച്ചറിയുകയല്ല, നമ്മെ രക്ഷിക്കുന്ന രക്ഷകനെ തിരിച്ചറിയണം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ അറിയാനല്ല പറയുന്നത്, ക്രിസ്തുവിനെ തിരിച്ചറിയണം. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും കാണത്തില്ല. നല്ലൊരു പങ്കിനും ജനവിഭാഗങ്ങളിൽ നല്ലൊരു പങ്കിനും ക്രിസ്തുവിനെ അറിയാം. ക്രിസ്തുവിനെ അറിയുന്ന അറിവ് പലതാ. ചിലർ വിപ്ലവകാരിയായിട്ട് പറയുന്നവരുണ്ട്, സാമൂഹിക പരിഷ്കർത്താവായിട്ട് പറയുന്നവരുണ്ട്, ഏറ്റവും നല്ല സമൂഹത്തെ ഉദ്ധരിച്ച നല്ലൊരു എഴുത്തുകാരനായിട്ട്, നല്ലൊരു പഠിപ്പിക്കൽ വിദഗ്ധനായിട്ട്, ഒരു അധ്യാപകനായിട്ട് ക്രിസ്തുവിനെ പറ്റി പറയുന്നവരുണ്ട്. ഈ സമൂഹത്തെ ഉദ്ധരിച്ച് ഉദ്ധാരകനായിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ പല വീക്ഷണത്തിൽ ക്രിസ്തുവിനെ പറ്റി പറയുന്നവരുണ്ട്. അടുത്തത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ക്രിസ്തുവിനെ പറ്റി എന്തു പറഞ്ഞാലും അത് മെഗാ ഹിറ്റാണ്. കർത്താവിനെ പറ്റി എന്തെഴുതിയാലും അത് മെഗാ ഹിറ്റാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു കഴമ്പില്ലാത്ത പുസ്തകങ്ങൾ എഴുതി വെച്ചാലും ആ പുസ്തകം ബഹു അധികം വിറ്റഴിക്കപ്പെടും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ല CSS എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ബുക്ക് സ്റ്റോളിൽ ചരിത്ര പുസ്തകത്തിൻ്റെ ഭാഗം ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ ഞാനൊരു പുസ്തകം കണ്ടു. ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് ഇപ്രകാരമാണ്: യേശുക്രിസ്തു കാശ്മീരി വന്നെന്ന്. യേശുക്രിസ്തു കാശ്മീരി വന്നു. ഇന്ത്യയിൽ ജീവിച്ചിട്ടും ഇന്നു വരെ ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം, യേശുക്രിസ്തു കാശ്മീരി വന്നെന്ന് കേട്ടപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്തൊന്ന് നോക്കി. ഇതിൻ്റെ ആദ്യത്തെ അധ്യായം തൊട്ട് ഒരു 5-8 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ഈ പുസ്തകത്തിനകത്ത് മുഴുവൻ നോക്കി.
നോക്കിയിട്ട് ഒരു കാര്യം എനിക്ക് അവിടെ മനസ്സിലായി, പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നുമില്ല, ഒരു കഴമ്പില്ലാത്ത കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ഈ മനുഷ്യൻ അവിടെ കിറുക്ക് വന്നതുപോലെ എഴുതി വെച്ചിരിക്കുക. പക്ഷേ ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് 25ാമത്തെ പതിപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പറ്റി കഴമ്പില്ലാത്ത കാര്യം എഴുതിയാലും ആ പുസ്തകം 25 പ്രാവശ്യം റീപബ്ലിക്കേഷൻ നടത്തിയെന്ന്. അപ്പം ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെഴുതിയാലും വിജയിക്കും, കർത്താവിൻ്റെ പേരിൽ എന്ത് കച്ചവടവും നടത്താം, കർത്താവിൻ്റെ പേരിൽ എന്തിറക്കിയാലും അത് മെഗാ ഹിറ്റാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഹിറ്റാപ്പെട്ട സിനിമകളിൽ ഒന്നാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ ഏറ്റവും മനോഹരമായിട്ട് വർണ്ണിച്ചൊരു പുസ്തകമാണ്, ഒരു സിനിമയാണ് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അത് സംവിധാനം ചെയ്തപ്പെട്ട സംവിധായകൻ്റെ പേര് ബെൽ ഗിബ്സൺ എന്നാണ്. ബെൽ ഗിബ്സൺ എന്ന് പറയുന്നൊരു മനുഷ്യൻ. പക്ഷേ ബെൽ ഗിബ്സൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അപ്പം നിരീശ്വരവാദിയാണ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി സിനിമ എടുത്തു. ചരിത്രത്തോടെ ഏറ്റവും ചേർന്ന് നിന്ന രീതിയിൽ തന്നെയാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്യപ്പെട്ടതും. പക്ഷേ ഇതിനുശേഷം ഒരു സംഭവമുണ്ട്. ഈ നിരീശ്വരവാദിയായ ബെൽ ഗിബ്സൺ കരീബിയൻ ദ്വീപുകൾക്കടുത്തൊരു ദ്വീപിൽ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ ലാഭം കൊണ്ടൊരു ദ്വീപ് തന്നെ സ്വന്തമായിട്ട് വാങ്ങാനിടയായി. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ വിറ്റ് കച്ചവടം നടത്തിയിട്ട് അതുകൊണ്ടൊരു ദ്വീപ് മുഴുവൻ വാങ്ങിക്കുന്ന നിലവാരങ്ങളിൽ ഒരു യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. 2, യേശുവിനെ രക്ഷകനും കർത്താവുമായും സ്വീകരിക്കുന്നവർ, ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവർ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് പ്രത്യക്ഷമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. അതിനകത്ത് കേവലം ഏതെങ്കിലും ഒരു സമൂഹം പറയുന്നൊരു ബാഹ്യാചാരമല്ല സ്നാനം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് നിങ്ങൾ അനുരൂപപ്പെടുകയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഡിക്ലറേഷനാണ് നിങ്ങൾ അവിടെ നടത്തുന്ന. ക്രിസ്തുവിനോടൊപ്പം ഞാനും മരിക്കുകയാ, ക്രിസ്തുവിനോടൊപ്പം ഞാനും ഉയർത്തെഴുന്നേൽക്കുക, ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റവർ വിശുദ്ധിയിൽ ജീവിക്കണം, യേശുവിനെ പോലെ ജീവിക്കണം, യേശുവിൻ്റെ വഴിയിൽ നടക്കണം, യേശു കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങൾ മാതൃകകൾ അംഗീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ചരിത്രം മാറുന്ന ഒരു ഭാവി ദിവസം വരുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവർ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധിയിൽ ജീവിക്കണം, കൂട്ടായ്മ ആദരിക്കണം, ദൈവിക സമൂഹത്തോടൊപ്പം, പ്രാർത്ഥിക്കുന്ന സംഘങ്ങളോടൊപ്പം, വിശുദ്ധ ജനത്തോടൊപ്പം ഒരുമിച്ച് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തി പ്രത്യാശയിൽ പ്രാർത്ഥന കഴിച്ച് മുൻപോട്ട് പോകുമ്പോൾ താമസമിന ഇനി ഒരു ദിവസത്തിൽ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോക സംഭവങ്ങൾ മുഴുവൻ ഒരുങ്ങി നിന്നത് എന്തോ ഒരു വലിയ സംഭവത്തിന് വേണ്ടിയാ. രാജ്യം ഒരുങ്ങി, സംസ്കാരങ്ങൾ ഒരുങ്ങി, സകലതും ഒരുങ്ങി കാത്തിരുന്നപ്പോഴാ യേശു ക്രിസ്തു ഒന്നാമത് വന്നത്. എന്നാൽ ഇന്ന് 2000 വർഷങ്ങൾ പിന്നിട്ടപ്പം ലോകം മുഴുവൻ ഒരു സംഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, മധ്യപൂർവ്വദേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇസ്രായേൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇന്ന് ശാസ്ത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വിസ്ഫോടനത്തിന്റെ വാക്ക് നിൽക്കുക. രാജ്യം രാജ്യയോടും ജാതി ജാതിയോടും എതിർത്തുകൊണ്ടിരിക്കുക. ക്ഷാമം, ഭൂകമ്പങ്ങൾ നടക്കുക, യുദ്ധവും യുദ്ധശ്രുതികളും ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ചേർത്ത് വെക്കുന്ന ഒരു സംഭവം യേശു ക്രിസ്തു വേഗം വരാറായി. ആ രക്ഷകൻ, ആ വ്യക്തിത്വത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്നറിയണം. വെറുതെ ഒരാളെടുക്ക് നമ്മൾ സഹായം ചോദിക്കുമോ? ഇല്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അധികാരമുള്ള, ശക്തിയുള്ള ഒരുവൻ്റെ അടുക്കൽ മാത്രമേ നമ്മൾ സഹായം ചോദിക്കത്തുള്ളൂ. 2018 ഞങ്ങളുടെ നാടിനെയൊക്കെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്തൊരു വർഷം, വെള്ളപ്പൊക്കം വന്ന വർഷം. നിങ്ങൾ തിരുവനന്തപുരംകാർക്കൊന്നും വെള്ളപ്പൊക്കത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും 2018 നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നാട്, കുട്ടനാട്, അതിൻ്റെ ചുറ്റുപാട് പ്രദേശങ്ങൾ, റാന്നി, ആറാട്ടുപുഴ, പാണ്ടനാട് തുടങ്ങിയ സ്ഥലങ്ങൾ, ഇവിടെ മുഴുവൻ വല്ലാത്ത വെള്ളപ്പൊക്കങ്ങൾ. 14 ദിവസം കറണ്ടില്ലാത്ത ദിവസങ്ങൾ. ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒത്തിരി അനുഭവങ്ങളിലൂടെ ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയി. പക്ഷേ ഈ വെള്ളപ്പൊക്കത്തിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു പൊതുവായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു പങ്കും മനസ്സിലായത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ്.
ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഒരു പുത്തരികൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരം വെള്ളപ്പൊക്കമുണ്ട്. അതുകൊണ്ട് ഈ കുട്ടനാട്ടിൽ നിന്നൊക്കെ കല്യാണാലോചന വരുമ്പോഴേ പലരും പറയാറുണ്ട്, അയ്യോ കെട്ടിച്ച് വിടല്ലേ, വെള്ളക്കുഴിയാന്ന് പറയും. ശരിയാ, ഞങ്ങളുടെ നാട്ടിൽ ഇച്ചിരി വെള്ളക്കുഴിയാണ്. കാരണം വെള്ളം പെട്ടെന്ന് കയറുന്ന നാടാണ്, വെള്ളം പെട്ടെന്ന് കയറും. പക്ഷേ കുട്ടനാട്ടുകാർക്കൊരു ഗുണമുണ്ട്. ഈ ബാക്കി എല്ലായിടത്തും വെള്ളം കയറുന്നതിനും ഏറ്റവും അവസാനം കുട്ടനാട്ടിൽ എന്ത് കയറത്തുള്ളൂ? വെള്ളം കയറത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സമയം കിട്ടും. ഈ ഒറ്റ ദിവസത്തെ സമയം കൊണ്ട് പിന്നെ സാധനങ്ങളൊക്കെ രക്ഷപ്പെടുത്തി അങ്ങ് മോളി വെക്കാൻ പാകത്തിന് ഒരവസരം കുട്ടനാട്ടുകാർക്ക് കിട്ടും. പക്ഷെ റാന്നിയിലും പാണ്ടനാട്ടും ചെങ്ങന്നൂരും ഒക്കെ വെള്ളം കയറിയത് രാത്രി കണ്ണടച്ചിട്ട് രാവിലെ തുറക്കുമ്പം ഒറ്റ നിലയുടെ മുകളിൽ വെള്ളമാണ്, ഒരു നിലയുടെ മുകളിൽ വെള്ളമാണ്. 2 നില വീടുള്ളവർ ഈ 1-ാം നില കഴിഞ്ഞ് 2-ാം നിലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഒറ്റ നില വീടുള്ളവർ അവരുടെ വീടിന് മുഴുവൻ കവിഞ്ഞ് വെള്ളം നിൽക്കുന്നു. ചിലർ അതിൻ്റെ മുകളിലാണ്. 2-ാം നിലയുടെ മുകളിലും പകുതി വെള്ളം കയറിയ വീടുകളുണ്ട് ആ നാട്ടിൽ. ഞാൻ പറഞ്ഞത് അത്ര ഭീകരമായ വെള്ളപ്പൊക്കമായിരുന്നു, അത്ര ഭീകരമായ വെള്ളപ്പൊക്കം. ഒത്തിരി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മനുഷ്യൻ എത്ര നിസാരനാണെന്ന് വെളിപ്പെട്ട സമയമായിരുന്നു ശരിക്കും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ. രക്ഷിക്കാൻ പോയ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഒരു കവറിനകത്ത് ഒരു മനുഷ്യനെ രക്ഷിച്ച്, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കവറിനകത്ത് ഈ കവർ തുറന്ന് ഈ മനുഷ്യൻ കാണിച്ചു ഒരു 500-ൻ്റെ 2 കെട്ട് നോട്ട് അതിനകത്തിരിക്കുന്നത്, 500-ൻ്റെ 2 കെട്ട്. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, കഴിച്ചിട്ട് 2 ദിവസമായെന്ന്. 500-ൻ്റെ 2 കെട്ട് നോട്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് ഇരിപ്പുണ്ട്, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. തിന്നാൻ പറ്റത്തില്ലല്ലോ ഇത്. ഈ തേങ്ങയൊക്കെ ഉണക്കാൻ വീടിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് ഇളക്കി കഴിച്ച് 2 ദിവസം ജീവൻ നിലർത്തിയ ആൾക്കാരുടെ ചരിത്രമുണ്ട്. ഒരപ്പനും അമ്മയും ഒരു വികലാംഗനായ ഒരു മകനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് 3 പേരും ആ പ്രളയജലത്തിനകത്ത് മരിച്ച ചരിത്രമുണ്ട്. ചെങ്ങന്നൂരിനകത്ത് മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വികലാംഗനായ മകൻ, ഇവനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തില്ല. ഈ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോകാൻ അപ്പനും അമ്മയ്ക്ക് കഴിഞ്ഞില്ല. സർക്കാർ അധ്യാപകരാണ് അവർ. ഈ കുഞ്ഞിനെ കട്ടിൽ കിടത്തിയിട്ട് ആ കുഞ്ഞിനോട് ചേർന്ന് ഇവർ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ആ 3 പേരെയും പ്രളയജലം എടുത്തു കളഞ്ഞു. അങ്ങനെ എത്ര ഭീകര സംഭവങ്ങൾ. സ്വന്തം ഭർത്താവിൻ്റെ ചേതനയറ്റ ശരീരം ഒഴുകിപ്പോകാതിരിക്കാൻ ആ ചേതനയറ്റ ശരീരം പിടിച്ചുകൊണ്ട് 1.5 ദിവസം വെള്ളത്തിനകത്ത് കിടന്ന ഒരു അമ്മയുടെ ചരിത്രം. ഞാൻ പറഞ്ഞത് എത്ര ഭീകര സംഭവങ്ങൾ ആ സമയത്ത് കണ്ടു. അന്ന് ഒരു കാര്യം വെളിപ്പെട്ടു, മനുഷ്യൻ എത്ര പരിമിതിയുള്ളവനാ. നമ്മുടെ നിയന്ത്രണത്തിനകത്തല്ലാത്ത കുറെ കാര്യത്തിനകത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ നടന്ന് ജാട പറയെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ നിയന്ത്രണത്തിനകത്തൊന്നുമല്ല കാര്യങ്ങൾ. നാളെ എന്നാ വരുമെന്ന് വല്ല ഉറപ്പ് പറയാൻ പറ്റുമോ? നാളെ എങ്ങനെ ജീവിക്കുമെന്ന് വല്ല ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? കോട്ടയത്തിനകത്ത് പ്രശസ്തമായ ഒരു ഷട്ടിൽ കോട്ടുണ്ട്. ഈ ഷട്ടിൽ കോട്ടിനകത്ത് ഒരിക്കൽ എൻ്റെ ജ്യേഷ്ഠൻ പ്രൊഫഷണലി ഷട്ടിൽ കളിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ ആ ഷട്ടിൽ കോട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ആക്റ്റീവ്, ഏതാണ്ട് 30-32 വയസ്സ് മാത്രമേ അന്ന് തനിക്കുള്ളൂ. ഈ മനുഷ്യൻ ആക്റ്റീവായിട്ട് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭിത്തിയിലോട്ട് ചാരി നിൽക്കുന്നത് കണ്ടു. ആ നിമിഷം ഈ മനുഷ്യൻ താഴെ വീണു. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അടുത്ത ദിവസം ഒരു ചരിത്രം പറഞ്ഞു. അവിടെ കോട്ടയം പോലീസ് ക്ലബിൻ്റെ ചുറ്റുമുള്ള ഗ്രൗണ്ടിനകത്ത് 8 കിലോമീറ്റർ ഒരു ദിവസം ഓടുന്ന മനുഷ്യനാ. എല്ലാ ദിവസവും 2 മണിക്കൂർ ഷട്ടിൽ കളിക്കുന്നൊരു മനുഷ്യനാ. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് 32-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന്. ഹാർട്ട് അറ്റാക്ക് വന്ന് 32-ാമത്തെ വയസ്സിൽ ഇത്രയും ഫിറ്റ്നസ് ഉള്ള മനുഷ്യൻ മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഫിറ്റ്നസ് ട്രെയിനിങ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല, അല്ല ഞാൻ നടക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എൻ്റെ കാര്യത്തിനകത്തല്ല കൺട്രോള് ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ ആയുസിൻ്റെ മേലെ, എൻ്റെ ജീവിതത്തിന് മേലെ എനിക്കൊരൊറ്റ കൺട്രോളുമില്ല. ഇത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. മിനിങ്ങാണ് ഞാൻ പ്രസംഗിച്ചത് എറണാകുളത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ എറണാകുളക്കാരോട് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. തലയ്ക്ക് മുകളിലൊരു ഡാമുണ്ട് അങ്ങ് ഇടുക്കിയിൽ. എറണാകുളത്തല്ല ഡാം, പക്ഷേ ഇടുക്കിയിലെ ഡാം. പക്ഷേ എറണാകുളത്ത് അച്ചായന് നെഞ്ചത്ത് കൈവെക്കുന്നൊരു സംഭവം അവിടെ ദൈവം താങ്ങി നിർത്തിയിട്ടുണ്ട്. ശരിക്കും ആ ഡാമിൻ്റെ, സുർക്കി ഡാമിൻ്റെ ബലം കൊണ്ടൊന്നുമല്ല, ദൈവം അവിടെ താങ്ങി നിർത്തിയോണ്ടാണ്. കാരണം സുർക്കി ഡാമുകൾ തകർന്നു പോയ ചരിത്രങ്ങൾ, സുർക്കിയുടെ ആ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമുകൾ പലതും ചരിത്രത്തിനകത്ത് ഭാഗം പോലുമല്ലാത്ത എത്രയോ സംഭവങ്ങൾ, തകർന്നു പോയ ചരിത്രങ്ങൾ. അങ്ങനെയെങ്കിൽ ഇത്രയും വർഷമായിട്ടൊരു സാധനം അവിടെ നിൽക്കുന്നതിൻ്റെ പിൻപിലെ കാര്യം അതിൻ്റെ കരുത്തുകൊണ്ടല്ല, എഞ്ചിനീയറിംഗ് വൈഭവം കൊണ്ടല്ല, ദൈവം അവിടെ താങ്ങി നിർത്തിയിരിക്കുന്നതാണ്. ഗൂഗിൾ എർത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനൊക്കെ വളവുണ്ടെന്ന്. നമുക്കറിയില്ല വളവുണ്ടോ ഇല്ലയോ, കാരണം ഒറ്റ മനുഷ്യൻ അതിനകത്തോട്ട് പ്രവേശിക്കാൻ കഴിയത്തില്ല.
പക്ഷേ എന്തായാലും ദൈവത്തിൻ്റെ കരത്തിനകത്തുള്ള കാര്യത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കരത്തിനകത്തൊന്നുമല്ല. നാളത്തെ ആരോഗ്യത്തെപ്പറ്റി നമുക്കൊരു ഉറപ്പില്ല, നാളത്തെ അവസ്ഥകളെപ്പറ്റി നമുക്കൊരു ഉറപ്പില്ല. ഇവിടെ കണ്ണിന് കാണാത്ത ചെറിയൊരു അണുകൊണ്ട് 2 വർഷം അടച്ചുപൂട്ടി വീട്ടിയിരുന്ന ചരിത്രമല്ലേ കേരളത്തിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നേ. കോടിക്കണക്കിന് ജനങ്ങളെ തിരിച്ചു വിളിക്കപ്പെട്ട സംഭവമല്ലായിരുന്നോ ഈ പഴന്നു പിടിച്ച കോവിഡ് എന്ന മഹാമാരി? ഇതൊക്കെ നമ്മുടെ കയ്യിലിരുന്ന കാര്യമാണോ? ഒരാഴ്ച കഴുകിയതിനേക്കാൾ കൂടുതൽ കൈ കഴുകിയിട്ടുണ്ട് ഈ 2 വർഷം, 2-3 വർഷം. സാനിറ്റൈസർ എന്ന് നാക്കുളുക്കാതെ പഠിക്കാൻ പഠിച്ചത് ആ 2 വർഷത്തിനകത്താണ്. അതിനു മുമ്പേ സാനിറ്റൈസർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നാക്കുളുക്കി പറഞ്ഞേനെ. പക്ഷേ 2 വർഷം കൊണ്ട് പഠിച്ചു സാനിറ്റൈസർ, മാസ്ക്. ഈ മാസ്ക് പെയിൻ്റ് അടിക്കുന്നവർ ഇടുന്നവരല്ലാതെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല സാധാരണക്കാർ ഒറ്റ മനുഷ്യനിടുന്നേ. പക്ഷേ ഇന്ന് മാസ്ക് ഒരു നിത്യസംഭവമായി മാറി, ഒരു എല്ലാവരും ഉപയോഗിക്കുന്നൊരു വിഷയങ്ങളും മാറി. സാനിറ്റൈസർ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ രീതികൾ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലാത്ത കുറേ കാര്യത്തിനകത്തുള്ള നിയന്ത്രണം. നമ്മുടെ കയ്യിലൊന്നുമല്ല കാര്യങ്ങൾ, നമ്മുടെ കയ്യിലൊന്നുമല്ല. ഈ പ്രകൃതിയുടെ നിയന്ത്രണങ്ങൾ നമ്മുടെ കയ്യിലല്ല. പ്രകൃതികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. മഴ പെയ്ത് ഈ ജനുവരി മാസമൊക്കെ സാധാരണ ഇങ്ങനെ മഴ പെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ അധികം മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല. ഈ മിനിഞ്ഞാന്ന് ദിവസം ഞാൻ കോട്ടയത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ വളരെ ശക്തമായ മഴ പെയ്യുന്നത് കണ്ടു. ഡിസംബർ മാസം ഏതാണ്ട് മിഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ ഭയങ്കര മഴയായിട്ട് എൻ്റെ കുട്ടിക്ക് 2 ദിവസം സ്കൂളിൽ അവധി കിട്ടി. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജൂൺ മാസം അവധി കിട്ടിയിട്ടുണ്ട്, ജൂലൈ മാസം അവധി കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഡിസംബർ മാസം മഴയുടെ പേരിൽ അവധി കിട്ടിയത് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണത്തിലല്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കേണ്ട ഒരിടത്തെ ഞാൻ പറയുന്നത്, രക്ഷിക്കാൻ കഴിയുന്നവങ്കിലേക്ക് ഇന്ന് രാത്രി കണ്ണുയർത്തണം. രക്ഷിക്കാൻ കഴിയുന്നവങ്കിലേക്ക് ഇന്ന് രാത്രി കണ്ണുയർത്തണം. മനുഷ്യന് കഴിയത്തില്ല, ശാസ്ത്രത്തിന് കഴിയത്തില്ല, ഇവിടെയുള്ള യാതൊരു ശക്തികൾക്ക് കഴിയത്തില്ല. പക്ഷെ രക്ഷിക്കാൻ കഴിയുന്നവങ്കിലേക്ക് ഇന്ന് രാത്രി കണ്ണുയർത്തിയാൽ നിങ്ങളുടെ ജീവിതത്തെ വാസ്തവമായി രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ ഒരുവന്റെ നാമമാണ് യേശുവിന്റെ നാമം. ഞാൻ ഈ വെള്ളപ്പൊക്കത്തിന്റെ ചരിത്രം പറഞ്ഞു വന്നത് ഒരു കാര്യം കൂടെ പറയാനാ. ഈ 1-2 ദിവസമൊക്കെ ഇവര് ഈ 2ാം നിലയുടെ മുകളിൽ കുടുങ്ങിക്കിടന്നു. അയൽവക്ക വീട്ടുകാർ തമ്മി കണ്ടു. ആ വീട്ടിലെ തച്ചായൻ ഈ വീട്ടിലെ അച്ചായനെ കണ്ടു, ഈ വീട്ടിലെ അച്ചായൻ ആ വീട്ടിലെ അച്ചായനെ കണ്ടു. 2 പേരും ഇതിനെ മുകളിൽ നിൽക്കുക. പക്ഷേ ഈ 2 ദിവസം അതിനെ മുകളിൽ നിന്നിട്ടും ഇവരാരും ചോദിച്ചില്ല ഞങ്ങളെ രക്ഷിക്കണം. ഇവർ തമ്മിൽ പറഞ്ഞില്ല രക്ഷിക്ക്. കാരണം അവർക്കറിയാം ഞങ്ങൾ 2 കൂട്ടരും പെട്ടിരിക്കുക, 2 കൂട്ടർക്കും അന്യോന്യം രക്ഷിക്കാൻ കഴിയത്തില്ല. എത്ര പറഞ്ഞാലും എത്ര മണിക്കൂർ നോക്കിയാലും ഞങ്ങൾക്ക് തമ്മിൽ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കാൻ കഴിയത്തില്ല, അവരെ കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ പിന്നെ ആ നാട്ടിൽ ആരാ രക്ഷിക്കാൻ വന്നെന്ന് അറിയോ? ഈ നാട്ടിൽ നിന്നും കൊല്ലത്തുനിന്നുമൊക്കെ മത്സ്യബന്ധന തൊഴിലാളി സഹോദരങ്ങൾ ആ നാട്ടിലേക്ക് വന്നു. ഇവരുടെ ആ ബോട്ടുമായിട്ട് ആ നാട്ടിൽ വന്ന് ഇവരാണ് ശരിക്കും ആ നാട്ടിലുള്ളവരെ മരണക്കയത്തിനകത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. ശരിക്കും ആ നാട് മുഴുവൻ അവരെ ബിഗ് സല്യൂട്ട് ഇന്നും കൊടുക്കുന്നുണ്ട്. കാരണം അവർ വന്നില്ലായിരുന്നെങ്കിൽ ആ നാട്ടിൽ ഒത്തിരി പേർ മരണത്തിന് മുമ്പിൽ കീഴടങ്ങിപ്പോയനെ, പട്ടിണി കൊണ്ട് മരിച്ചു പോയനെ. അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ദിവസം കുടുങ്ങിക്കിടന്ന അച്ചായന്മാര് ഇവർ തമ്മിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇവർ ദൂരേന്ന് ഈ ബോട്ട് വരുന്നത് കണ്ടപ്പം കൈയടിച്ച് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണം. മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ അതിൻ്റെ മുകളിൽ പറക്കുന്നത് കണ്ടപ്പോൾ അവർ അവിടെ നിന്നുകൊണ്ട് അത് കേൾക്കാൻ ആർത്തനാദത്തിൽ പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ നോക്കി രക്ഷിക്കണമെന്ന് പറഞ്ഞത്? ഒറ്റക്കാര്യം, അവർക്കറിയാം ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല, പക്ഷെ ദൂരെ നിന്ന് വരുന്ന അവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. അവർ പടവെട്ടിയത് സമുദ്രത്തിൻ്റെ കനത്ത ജലത്തോടായതുകൊണ്ട് ഈ പ്രളയജലം അവർക്കൊരു വിഷയമല്ല, അവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. അപ്പം ആരെ നോക്കിയാ രക്ഷിക്കണമെന്ന് വിളിക്കുന്നത്? ആരെ നോക്കിയാ നിലവിളിക്കുന്നത്? ഇവിടുത്തെ ഒരു മനുഷ്യനെ നോക്കിയല്ല, രക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നോക്കിയാ രക്ഷിക്കണമേ എന്ന് വിളിക്കുന്നത്. ഈ മനുഷ്യൻ ക്രൂശിൽ കടന്നുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞത് താഴെ നിൽക്കുന്നവരോടല്ല, അവിടെ നിൽക്കുന്ന ശതാധിപനോടല്ല, അവിടെ നിൽക്കുന്ന ചുറ്റുപാടുകളോടല്ല, മറിച്ച് യേശുവിനെ നോക്കിയിട്ട് പറയുക, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമേ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തി പറയുന്നത്, രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, വിടുവിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, രക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്, മനുഷ്യനെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. ജീസസ് ക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുക, എന്നെ രക്ഷിക്കണം. എന്താ വിളിച്ചത്? കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. അപ്പം യേശുവിനെ എന്നാ വിളിച്ചത്? രാജാവേ എന്നാ വിളിച്ചത്. ശരിക്കും തൻ്റെ സ്വന്തം സമൂഹം രാജാവേ എന്ന് വിളിക്കേണ്ടത് സ്വന്തം സമൂഹം രാജാവേ എന്ന് വിളിച്ചില്ല. യഹൂദന്മാരായിരുന്നു രാജാവേ എന്ന് വിളിക്കേണ്ടത്. പക്ഷെ അവർ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ രാജാവല്ല, മശികയല്ല.
വൈജ്ഞാനിക സമൂഹം, അവിടെയുള്ള ജ്ഞാനികൾ പറഞ്ഞു ഇവൻ രാജാവല്ല. അധികാരമുള്ള റോമൻ പ്രഭുക്കന്മാർ പറഞ്ഞു ഇവൻ ഞങ്ങളുടെ രാജാവല്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ രാജാവെന്ന് പറയേണ്ടവരാരും ക്രിസ്തുവിനെ രാജാവെന്ന് പറഞ്ഞില്ല. ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന് അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക്, വീര്യപ്രവൃത്തികൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച ഒരു 12 പേരില്ലായിരുന്നോ? ഇവരെന്നെ പറഞ്ഞു ഇവരിൽ ഒരുത്തൻ ഒറ്റിക്കൊടുത്തു, ഇവരിൽ ഒരുത്തൻ തള്ളിപ്പറഞ്ഞു, മറ്റൊരുത്തൻ വസ്ത്രം വിട്ടിട്ട് ഓടിപ്പോയി. ഇവർ ഒറ്റയൊരാളും ആ ക്രൂശിന്റെ ചുവട്ടിലില്ല. ഇവരാരും പറഞ്ഞില്ല ഇവൻ ഞങ്ങളുടെ രാജാവാണെന്ന്, ഇവൻ ഞങ്ങളുടെ രാജാവാണെന്ന് എന്ന് പറഞ്ഞ കൂടെ കൊണ്ടു നടന്നവർ പറഞ്ഞില്ല രാജാവെന്ന്. വഴി പോകുന്നവർ പറഞ്ഞില്ല രാജാവെന്ന്. ചുറ്റുപാടുകൾ പറഞ്ഞില്ല രാജാവെന്ന്. രാജാക്കന്മാർ, അധികാരികൾ, ചുറ്റുമുള്ളവർ പറഞ്ഞു രാജാവല്ല. യഹൂദന്മാർ പറഞ്ഞു രാജാവല്ല. പക്ഷെ ഒരായുസ് മുഴുവൻ തിന്മ പ്രവർത്തിച്ച് ക്രൂശിൽ മരിക്കാൻ വിധിച്ച് കിടക്കുന്നവൻ, അവൻ പറയുന്ന ഒരു പദമാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ആർക്കും തോന്നാത്ത ഒരു പദം ഇവന്റെ വായിൽ നിന്ന് ഇവൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്രകാരം പറയും, അവന്റെ പുറത്ത് ദൈവം വിരിച്ച കൃപയുടെ പുതപ്പാത്ര വലുതായിരുന്നു. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ തകർന്ന വ്യക്തിയാണെങ്കിലും, എത്ര വലിയ ജീവിതം ഉടഞ്ഞ വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ കൃപയ്ക്കകത്താണ് നിങ്ങൾ എല്ലാവരും. ഇന്ന് രാത്രി രക്ഷപ്പെടാൻ അകത്ത് മനസ്സുണ്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് രാത്രി നിലവിളിക്കാൻ കഴിയുമെങ്കിൽ, താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന, എത്ര അധമാവസ്ഥയും പുറപ്പെടുത്താൻ കഴിയുന്ന ഒരു രക്ഷകനെയായി ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത്. യേശുവിനെ രക്ഷിക്കാൻ കഴിയും, യേശുവിനെ വിമോചിക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പുറകിൽ ഈ കേരളത്തിൽ ഒരു കാലത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്ന ഒരു മനുഷ്യൻ, സിനിമ തിരക്കഥകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, കുറേ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ മനുഷ്യനാണ്. അവസാനം അതെല്ലാം വിട്ട് ജീവിതം മടുത്തു കഴിഞ്ഞ് ഒരു കുടുക്കിനകത്ത് ഈ മനുഷ്യൻ അകപ്പെട്ടതിന് ശേഷം തന്നെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് ഈ മനുഷ്യനെ രക്ഷിച്ച് ഈ നാട് കടത്തി, ഇവിടെ നിന്ന് നാട് കടത്തി. ഈ മനുഷ്യൻ എത്തപ്പെട്ടത് കാനഡയിലാണ്. ചില നാളുകൾക്ക് പുറകെ ഞാൻ ഈ മനുഷ്യനെ ആ രാജ്യത്ത് വെച്ച് കണ്ടു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് അന്ന് അവിടെ വന്ന് ആ ഒരു യോഗത്തിൽ പങ്കെടുത്തതിന് അനന്തരമായിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതം മുഴുവൻ ഉടഞ്ഞുപോയി. തനിക്ക് ആരാധകരുണ്ടായിരുന്നു, ആരാധക വൃന്ദങ്ങളുണ്ടായിരുന്നു, തൻ്റെ കൂടെ നിൽക്കാൻ, അവസരങ്ങൾ ചോദിക്കാൻ ഒത്തിരി പേര് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം ജീവിതം ആകെപ്പാടെ തകർന്നു പോയി. കാനഡയിൽ വന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ജീവിതം തകർന്നൊരു വല്ലാത്ത അവസ്ഥക്കകത്താണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. പക്ഷെ താൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഇതിനകത്തുനിന്ന് എന്നെ പുറപ്പെടുവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നെ ആരെങ്കിലും പുറപ്പെടുവിക്കുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ സന്ദേശമാണ്. നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയത്തില്ല, സംഘടനയ്ക്ക് കഴിയത്തില്ല. പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അന്ന് രാത്രി ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, കഴിഞ്ഞ 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങിയൊരു രാത്രിയാണ് കഴിഞ്ഞ രാത്രി. 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങിയൊരു രാത്രിയാണ് കഴിഞ്ഞ രാത്രി. ഞാൻ പറഞ്ഞത് 4 മാസമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് സമൂഹത്തിനകത്ത് നിലയും വിലയും പേരുമുള്ളൊരു മനുഷ്യന് ഒറ്റ നിമിഷം കൊണ്ട് പരിവർത്തനം വരുത്തി തൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം നൽകിയ നാമം മറ്റൊരു നാമമല്ല, അതാണ് നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമം എന്നുള്ളത്. ഇന്ന് രാത്രി ഞാൻ ഈ കാട്ടാക്കടയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് അല്ല, ഏതെങ്കിലും ഒരു വൈജ്ഞാനിക അറിവുകളല്ല. ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത നാമത്തെയാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. സകല മനുഷ്യരെയും രക്ഷിക്കുന്ന നസ്രയനായ യേശുവിൻ്റെ നാമം. ജീവിതം എത്ര കുടഞ്ഞ മനുഷ്യനാണെങ്കിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു, കർത്താവെ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. കർത്താവിൻ്റെ കൃപയ്ക്ക് മറക്കാൻ കഴിയാത്ത പാപങ്ങളില്ല. യേശുവിൻ്റെ കൃപയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്ത പാപങ്ങളില്ല. യേശുവിൻ്റെ കൃപയ്ക്ക് പുറപ്പെടുവിക്കാൻ കഴിയാത്ത വിഷയങ്ങളില്ല. ഇന്ന് രാത്രി മുഴുവൻ തകർന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ചാപ്റ്ററുകൾ എഴുതാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് മേൽ പുതിയ ചാപ്റ്ററുകൾ എഴുതാൻ കഴിയും. തകർന്ന നിങ്ങളുടെ അവസ്ഥക്കകത്ത് രൂപപ്പെടുത്താൻ നടത്താൻ കഴിയും. അത് നിങ്ങളൊരു വിശ്വാസിയാകട്ടെ, നിങ്ങൾ ഒരു അവിശ്വാസിയാകട്ടെ, മറിച്ച് നിങ്ങൾ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകട്ടെ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രക്ഷകന്റെ നാമത്തെ ഞാൻ ഉയർത്തുക, ആ ദൈവകൃപ ഞാൻ ഉയർത്തുക. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ നോക്കി പറഞ്ഞ്, കർത്താവെ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. യേശുവിൻ്റെ മറുപടി എന്താ? എപ്പോഴെങ്കിലുമൊക്കെ നീ രക്ഷപ്പെടുമെന്നാണോ? അല്ല, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഈ മനുഷ്യൻ പലരോട് പറഞ്ഞ പോലെ ക്രിസ്തുവിനോട് പറഞ്ഞതായിരിക്കും, കർത്താവേ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. ഇന്ന് ഹ്യൂമൻ കോൺസെപ്റ്റ് ഇതാ, കർത്താവേ നശിക്കാതിരിക്കാൻ ഞങ്ങളെയൊക്കെ അങ്ങ് ഓർക്കണേ.
നമ്മൾ പലരുടെയും മുമ്പിൽ ഇത് പറയും, ഞങ്ങളെയൊക്കെ ഓർക്കണേ. പക്ഷേ ഈ പറഞ്ഞ പലതും നമ്മെ ഓർക്കാൻ കഴിയാതിരിക്കുമ്പം ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രത്യേകത പറയാം. അവിടെ നിങ്ങൾ പറഞ്ഞത്, ഈ മനുഷ്യൻ പറഞ്ഞ തിയോളജിയിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. താൻ പറഞ്ഞിട്ട്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എപ്പോഴേലും എന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്താൽ മതി. പക്ഷെ കർത്താവ് പറഞ്ഞത് എപ്പോഴെങ്കിലും ഓർക്കുന്ന ക്രിസ്തുവല്ല നമ്മുടെ ക്രിസ്തു, എപ്പോഴെങ്കിലും വിടുവിക്കുന്ന ക്രിസ്തുവല്ല നമ്മുടെ ക്രിസ്തു. അവിടുന്ന് പറഞ്ഞ പദപ്രയോഗം, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. നാളെ വിടുവിക്കുന്ന ക്രിസ്തുവിനെ അല്ല ഞാൻ ഈ കാട്ടാക്കടയിൽ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടുവിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാ, ഈ നിമിഷം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാ, ഈ നിമിഷം ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാ. ജീവിതത്തിൻ്റെ എത്ര വലിയ അരക്ഷിത അവസ്ഥകളെയും ഇന്ന് രാത്രി ഒറ്റ വാക്കുകൊണ്ട് പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഒരുവനെ ഞാൻ ധൈര്യത്തോടെ ഇതിനകത്ത് ഉയർത്തുന്നു. ആ നാമം യേശു എന്ന നാമമാ. വിശ്വസിക്കുന്നെങ്കിൽ നാളെയല്ല ഇന്ന് രാത്രി വിടുവിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ നാമം. കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. നാളെ വിടുവിക്കുന്ന ക്രിസ്തുവല്ല, ഇന്ന് വിടുവിക്കുന്ന ക്രിസ്തു. എൻ്റെ യേശുവിൻ്റെ അടുക്കൽ വന്ന ബഹുവിധ സാഹചര്യങ്ങളുടെ നടുവിൽ അവിടുത്തെ വിടുതൽ വ്യാപരിച്ചത് ആ നിമിഷം തന്നെയാ. നിങ്ങൾക്കറിയാം, ഒരു പാപിനിയായ സ്ത്രീയെയും കൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. യോഹന്നാൻ 8 അത് കാണുന്നുണ്ട്. കുറേ പേർ ക്രിസ്തുവിനെ കുറ്റം വിധിക്കേണ്ടതിന് ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യഭിചാര കർമ്മത്തിൽ തന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, പിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ കൊണ്ടുവന്നത് ആരെയാ? ഒരു പെൺകുട്ടിയെ മാത്രമാണ്. ഒരു വ്യഭിചാര കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പെൺകുട്ടി മാത്രമല്ല, ഉറപ്പായിട്ടും അതിനകത്തൊരു ആൺകുട്ടിയുണ്ട്. പക്ഷെ ഇവനെന്തിയേ? ഇവനെ കൾപ്രിറ്റായിട്ട് ആ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. പെൺകുട്ടി മാത്രമേ അവിടെ ചിത്രത്തിനകത്തുള്ളൂ. സമൂഹം എപ്പോഴും ഇങ്ങനെ. ഒരു വിഷയത്തിനകത്ത് ഒരു ഭാഗത്ത് മാത്രമേ സമൂഹം നീതി കാണത്തുള്ളൂ, ഒരുവിനിൽ മാത്രമേ തെറ്റാരോപിക്കത്തുള്ളൂ. പക്ഷേ ആ കുറ്റത്തിനകത്ത് പങ്കാളികളായിട്ട് 2 പേരുണ്ടെങ്കിലും ഒരുവൻ അതിനകത്തൊന്ന് ഊരിപ്പോകും. അതിനകത്ത് സ്ഥാനവും മനവും പണവും മഹത്വവും ഇതൊക്കെ ഒരു കാരണമായി ഒരുവൻ ക്രൂശിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് എപ്പോഴും സമൂഹം. ഇവളെ യേശുവിനെ മുമ്പിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഇവിടെ വിചാരകർമ്മത്തിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുക. നീ എന്നാ പറയുന്നു? കൊല്ലണോ വേണ്ടായോ? ഇവളെ കല്ലെറിയണോ വേണ്ടായോ? നീ എന്നാ പറയുന്നു? കർത്താവ് അതിനകത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല. നിലത്ത് കർത്താവ് അക്ഷരങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നു. രാത്രി അതെന്നാന്ന് ചോദിച്ചാൽ പറയാൻ എന്നെക്കൊണ്ട് അറിയത്തില്ല. നിലത്തെഴുതിയത് എന്തെന്ന് ചോദിച്ചാൽ പറയാൻ ഇന്ന് രാത്രി എനിക്ക് ഉത്തരവില്ല. പണ്ടൊരു സുവിശേഷൻ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, യേശു എന്നാ നിലത്തെഴുതിയേ? അല്ലെങ്കിലും മനുഷ്യന് എന്നും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എഴുതിയത് അറിഞ്ഞില്ലെങ്കിലും എഴുതാത്തത് എന്തെന്ന് മനുഷ്യൻ അറിയണം, എഴുതാപ്പുറം വായിക്കണം. ഈ സുവിശേഷം കൊടുത്തൊരു മറുപടിയുണ്ട്, എൻ്റെ മോനെ 66 പുസ്തകത്തിൽ എഴുതിയത് എനിക്കറിയാം, അതിനപ്പുറത്തോട്ടൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ നിലത്തെഴുതിയത് എന്തെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രക്ഷപ്പെടാനുള്ള എഴുത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിലത്തെഴുതിയത് മൊത്തം അറിയത്തില്ലെങ്കിലും രക്ഷപ്പെടാൻ ഒരു എഴുത്താണ് അന്ന് പകൽ ക്രിസ്തു എഴുതിയത്. ശരിക്കും ആ എഴുതിയത് എന്തെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇവളുടെ ചരിത്രം മാറ്റിയ ഒരു എഴുത്താണ് യേശു അന്ന് എഴുതിയത്. അവളുടെ ചരിത്രം മാറ്റിയ ഒരു എഴുത്ത്. കാരണം ആ എഴുത്ത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് തലപൊക്കിയിട്ടൊരു പദപ്രയോഗം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. അവൾ എഴുതി വെച്ചത് ബാല്യക്കാർ തുടങ്ങി വൃദ്ധന്മാർ വരെ ഓരോരുത്തരായിട്ട്. ആ ബാലവൃദ്ധം അവിടെ നിന്നും മാറിപ്പോയി. ആരുടെയും കൈ അവൾക്ക് നേരെ ചലിച്ചില്ല. കർത്താവോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സ്ത്രീയെ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പക്ഷെ അടുത്തൊരു പദമുണ്ട്, പോക, ഇനി പാപം ചെയ്യരുത്. ശരിക്കും ഞാനതിനെ കാണുന്നത് ഒരു ഗർജന ശബ്ദമായിട്ടാ. ക്രിസ്തു പറഞ്ഞത് പോക, ഇനി പാപം ചെയ്യരുത്. അവിടെ തെറ്റ്, കർത്താവ് തെറ്റെന്ന് തന്നെയാ പറഞ്ഞത്. നീ ചെയ്തത് തെറ്റാണ്. കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള കാര്യം തന്നെ നീ ചെയ്തത്. അതിന് തക്കതായ ശിക്ഷ നിനക്ക് കിട്ടേണ്ടതുമാ. പക്ഷേ ശിക്ഷ ഒഴിവായി പോയത് നിന്നെ കൊണ്ടുവന്ന ഇടം എൻ്റെ അടുക്കലായതുകൊണ്ട്. ലോകത്തിൽ അന്ന് സമൂഹത്തിനകത്ത് മറ്റാരുടെ അടുക്കൽ കൊണ്ടുപോയാലും അവിടം കൊണ്ട് തീരുന്നൊരു ചരിത്രം. ഇന്ന് ഓൺലൈൻ മീഡിയകളുടെ കാലമാണ്. അന്ന് ഓൺലൈൻ മീഡിയകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മുഴുവൻ ഈ സംഭവം പറഞ്ഞേനെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഒരു വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞ് കൊന്നു. ഇതിനപ്പുറത്ത് വല്ല വാർത്ത വരുമോ? ഒരു വേശ്യാവൃത്തി ചെയ്ത ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ഇതിനപ്പുറത്തൊരു വാർത്ത വരുമോ? ഇല്ല. ഒരു ഇമ്പാക്റ്റും അവരുടെ ലൈഫിനില്ല. ഒരു വേശ്യാവൃത്തി ചെയ്തൊരു സ്ത്രീ എന്ന്, വ്യഭിചാരിണി എന്ന്, എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നതിനപ്പുറത്ത് അവൾക്കൊരു നെയിം ബോർഡും അവരുടെ മുമ്പിലില്ല. പക്ഷേ അന്നുച്ചക്ക് അവളെ കൊണ്ടുവന്നത് യേശുവിൻ്റെ മുമ്പിലായിരുന്നു.
അതുവരെ ഒറ്റ ഫുൾ സ്റ്റോപ്പ് കൊണ്ട് തീരാൻ കഴിയുന്ന ഒരു ചരിത്രം ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നപ്പം അവിടുന്ന് പദപ്രയോഗം, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷെ പോക, ഇനി പാപം ചെയ്യരുത്. അവിടം കൊണ്ട് തീരുന്ന ഒരു ചരിത്രത്തെ, അവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന് പുതിയ ഒരവസ്ഥ നൽകിയത് ക്രിസ്തുവിന്റെ വായിന്ന് പുറപ്പെട്ട ഒരു വാക്കാണെങ്കിൽ, ഇന്ന് രാത്രി എത്ര വലിയ അധമാവസ്ഥകളും യേശുവിന്റെ അടുക്കൽ വന്നാൽ ഒറ്റ വാക്കിനകത്ത് വിടുതൽ നടക്കുമെന്ന്, ഒറ്റ വാക്കിനകത്ത് പാപം മോചിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയുണ്ടെങ്കിൽ അവിടുത്തെ അധികാരത്തിന്റെ വാക്കുകൾ പുറപ്പെടുന്നിടത്ത് ചരിത്രം മാറും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാരാ? ചരിത്രം മാറ്റാൻ കഴിയുന്ന ക്രിസ്തുവാ, ചരിത്രം മാറ്റാൻ കഴിയുന്ന ക്രിസ്തുവാ. എനിക്ക് തോന്നുന്നു ഇവിടെ ആ മുഖത്തിൽ ആരോ പറഞ്ഞു, എൻ്റെ ക്രിസ്തുവാര് അവിടുന്ന് ചരിത്രം മാറ്റുന്നവനാ. ചരിത്രം മാറ്റാൻ അധികാരമുള്ള, പാപത്തിന്മേൽ അധികാരമുള്ള, ശാപത്തിന്മേൽ അധികാരമുള്ള, രോഗത്തിന്മേൽ അധികാരമുള്ള, മരണത്തിന്മേൽ അധികാരമുള്ള, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, രാഷ്ട്രങ്ങളുടെ മേൽ അധികാരമുള്ള ഒരധികാരിയായ ക്രിസ്തു. രാത്രി അവിടുത്തെ വാക്കിനകത്ത് ചരിത്രം മാറും. അന്ന് ഉച്ചയ്ക്ക് തീരേണ്ട ഒരു വല്ലാത്ത ജീവിതത്തെ ഒറ്റ വാക്കുകൊണ്ട് ചരിത്രം മാറ്റാൻ യേശുവിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, എത്ര വലിയ അധിപതനത്തിനകത്തു നിന്ന് ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരുവന്റെ നാമത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നു. അത് യേശുവിന്റെ നാമമാ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ ക്രിസ്തുവിനെ ദേശമേ തിരിച്ചറിയണം. മതത്തിന്റെ കണ്ണുകൊണ്ടല്ല ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടത്, സ്വതന്ത്ര കണ്ണുകൊണ്ട് ഇന്ന് രാത്രി ക്രിസ്തുവിനെ തിരിച്ചറിയണം. മതനേതാവായിട്ട് ഇന്ന് രാത്രി ക്രിസ്തുവിനെ കാണരുത്, വീണ്ടെടുപ്പുകാരനായിട്ട് ഇന്ന് രാത്രി ക്രിസ്തുവിനെ കാണണം. എൻ്റെ പാപത്തെ മോചിക്കാൻ കഴിയുന്ന ഒരു നാമം, അതാണ് യേശുവിൻ്റെ നാമം. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനോട് പറഞ്ഞ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം, എപ്പോഴെങ്കിലും എന്നെ രക്ഷിക്കണം. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ആ ഭാഗത്തുനിന്ന് മൂന്നാമതൊരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുക. ഈ മനുഷ്യൻ അവിടെ നിലവിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, തനിക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. കാരണം അടുത്ത നിമിഷത്തിൽ എപ്പോഴെങ്കിലും ഒന്നിൽ മരണം തനിക്ക് നേരെ വരും, മരിക്കും. അല്ല, സാധാരണ ക്രൂശിക്കപ്പെട്ട ഒരുവൻ്റെ ചരിത്രമൊക്കെ നോക്കിയാൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് 48 മണിക്കൂറുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരുടെ കേസുകളിൽ, റെയർ കേസുകളിൽ 72 മണിക്കൂർ വരെ ക്രൂശിൽ ഈ മനുഷ്യൻ തുടരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കത്തുള്ളൂ. അവസാനം ബ്ലഡ് മുഴുവൻ വാർന്നൊലിച്ചുപോയി, ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ മുഴുവൻ നിലയ്ക്കുന്ന, കാരണം ഇവരുടെ കാലിൻ്റെ ബലം ക്ഷയിക്കും. ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത് കാലൂന്നി മാത്രമേ ശ്വാസം എടുക്കാൻ പറ്റത്തുള്ളൂ. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കും, ശരീരത്തിനകത്ത് വെള്ളം നഷ്ടപ്പെടും. ഇത് പറഞ്ഞ് ഇവർക്ക് സ്വന്തമായിട്ട് കാലൂന്നാൻ കഴിയാത്തൊരു സമയം വരും. ഈ കാലൂന്നാൻ കഴിയാത്തൊരു സമയത്ത് ഇവർ ശ്വാസം മുട്ടൽ അനുഭവിക്കും, ഹൃദയത്തിൻ്റെ പമ്പിങ് തടസ്സപ്പെടും. അങ്ങനെയാണ് ഈ ക്രൂശിക്കിടക്കുന്നവർ മരിക്കുന്നത്. എന്നാൽ ഇവരുടെ കേസിനകത്തൊരു വ്യത്യാസമുണ്ട്. ഇവരെ ക്രൂശിച്ചത് ശബത്തിൻ്റെ തലേ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ നിയമപ്രകാരം ശബത്തിൽ ബോഡിയെ ക്രൂശിക്കിടന്നാൽ അത് തിന്മയാണ്. അതുകൊണ്ട് അന്ന് വൈകിട്ട് തന്നെ കാലൊടിച്ചിവരെ കൊന്നുകളയും. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഒരു ജൂ ആണ്, ഇദ്ദേഹം ഒരു യഹൂദനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ അവിടുന്ന് മരിക്കും, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ എപ്പോഴെങ്കിലും ഞാൻ മരിക്കും. പക്ഷേ അവിടുന്ന് മരിച്ചാലും ഞാൻ മരിച്ചാലും നഷ്ടം അവിടുത്തേക്കല്ല, നഷ്ടം എനിക്കാണ്. ആ നിമിഷമാണ് ഈ മനുഷ്യൻ ആദരം തുറന്ന് വിളിച്ചത്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. തനിക്ക് മനസ്സിലായി, ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. പക്ഷെ ഇപ്പോൾ വിളിച്ചാൽ എന്നെ രക്ഷിക്കാൻ കഴിയുന്നവൻ ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ ഈ ദേശത്തിന് മുമ്പിൽ ഒരുക്കി വെക്കുന്ന ഒരു സാധ്യതയാ. കഴിഞ്ഞ രാത്രിയും ഇവിടെ ഉയർത്തി പറഞ്ഞ ഈ സുവിശേഷത്തിന്റെ വചനം ഇന്ന് രാത്രി അത് ഒരിക്കലൂടെ പറഞ്ഞിട്ട് പറയുക, ദേശമേ, രക്ഷപ്പെടാം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രി ഒരു വാതിൽ തുറന്നു കിടക്കുക. വിടുതൽ പ്രാപിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രി ഒരു വാതിൽ തുറന്നു കിടക്കുക. നിങ്ങൾ അതിന് പണം മുടക്കണ്ട, നിങ്ങൾ അതിന് അവസരങ്ങൾ തേടി പോവണ്ട, നിങ്ങൾ അതിനൊക്കെ തർപ്പണങ്ങൾ നടത്തണ്ട. മറിച്ച് ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ നാളെയല്ല ഇന്ന് രാത്രി രക്ഷിക്കാൻ കഴിയുന്ന യേശുവിന്റെ അധികാരത്തിനകരം ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കാൻ ഇറങ്ങി വരും. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. ഒരുപക്ഷെ മരണമെന്ന ആ മഹാ അവസ്ഥ നിങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അവസാനത്തെ അവസരമായിരിക്കും ഇത്. നമുക്കറിയില്ല ഏത് നിമിഷമാണ് മരണമെന്ന ആ വല്ലാത്ത പ്രവണത നമ്മളെ തേടി വരുന്നതെന്ന്.
എപ്പോഴാണ് നമുക്ക് വേണ്ടി പന്തലുകൾ ഉയർന്നതെന്ന്, എപ്പോഴാണ് നമുക്ക് വേണ്ടി ബാനറുകൾ ഉയർന്നതെന്ന്, ഇടനെഞ്ചു പൊട്ടുന്ന വേദന എപ്പോഴാ വരുന്നതെന്ന്, എതിരെ വരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം എപ്പോഴാ വിടുന്നത് അറിയില്ല. മാരക രോഗത്തിന് കീഴ്പ്പെടുന്നത് എപ്പോഴാ അറിയില്ല. ഒരുപക്ഷെ ഇതിനൊക്കെ മുമ്പ് നമുക്ക് ലഭിച്ച ഒരവസാനത്തെ അവസരമാണ് ഇതെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, രക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുമ്പോൾ എൻ്റെ ഹൃദയം ഇന്ന് രാത്രി ഞാൻ ആ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുന്നു. എൻ്റെ പകരക്കാരന് വേണ്ടി ഇന്ന് രാത്രി ഞാൻ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ രക്ഷിക്കാൻ കഴിയും. ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ രക്ഷിക്കാൻ അധികാരമുണ്ട്. മരണത്തിന്മേൽ ജീവന്റെ മേൽ അവിടുത്തേക്ക് അധികാരമുണ്ട്. പാതാളത്തിന്റെ മേൽ ശാപങ്ങളുടെ മേൽ അവിടുത്തേക്ക് അധികാരമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ഒരു രക്ഷിക്കുന്ന കർത്താവാണ്. നിങ്ങൾ തിരുവിടത്തിനകത്ത് നോക്ക്, ഈ തിരിച്ചറിവോടെ പ്രാർത്ഥിച്ചവരൊക്കെ ജീവിതത്തിനകത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. കുരുടനായ ഒരു മനുഷ്യൻ ബർത്തിമായി എന്ന തൻ്റെ പേര്, യേശു ആ വഴി പോകുന്നത് കേട്ടപ്പോൾ അവിടെ എഴുതി വെച്ചത്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ പോകുന്നവർ നടക്കുന്നവരൊക്കെ അമർന്നിരിക്കാൻ പറഞ്ഞു. ശരിക്കും ഒരു ഭിക്ഷക്കാരനെ സംബന്ധിച്ച് അവൻ ആള് കൂടുന്നത് സന്തോഷമാണ്. കാരണം ആള് കൂടുമ്പം അതിനകത്ത് തൊട്ട് കൂടുതൽ വീഴും, അതിനകത്ത് നാണയങ്ങൾ കൂടുതൽ വീഴും. പക്ഷെ ഈ മനുഷ്യൻ ഒരാൾക്കൂട്ടം വരുന്നത് കേട്ടപ്പം കൂടുതൽ തൊട്ടിന് വേണ്ടിയുള്ള കരച്ചിലല്ല കരഞ്ഞത്. കാരണം തനിക്കറിയാം ഇവൻ ഒരു സാധാരണക്കാരനല്ല. എവിടെയോ ആരിലൂടെയൊക്കെയോ കേട്ടറിവിനകത്ത് അസാധാരണമായ ഒരു ശക്തി അവനിൽ വ്യാപരിക്കുന്നുണ്ട്. അവന് ചിലതൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ മനുഷ്യർ കേട്ട ചരിത്രം തനിക്കുണ്ട്. അതുകൊണ്ട് താൻ അവിടെ വിളിച്ചു പറഞ്ഞത്, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ പറയും, ഈ മനുഷ്യനാ ശരിക്കും ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത മനുഷ്യൻ. ആ യാത്ര വെറുതെ അങ്ങ് പോയി തീരും. പക്ഷെ താൻ പറഞ്ഞു, ഈ യാത്ര വെറുതെ അങ്ങ് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എൻ്റെ ഒരായുസിൻ്റെ അന്ധതയെ മാറ്റാൻ അധികാരമുള്ളവൻ അവൻ പോകുന്ന ഈ യാത്ര ഇത് വെറുതെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആധരങ്ങൾ തുറന്ന് നിലവിളിക്കും. ഈ മനുഷ്യൻ ആധരങ്ങൾ തുറന്ന് സമൂഹം പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് താൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ നിലവിളി യേശു കേട്ടു. തൻ്റെ നിലവിളി യേശു കേട്ടു. ഈ മനുഷ്യൻ കരഞ്ഞത് യേശു കേട്ടു. തൻ്റെ ആഴത്തിലുള്ള നിലവിളി യേശു കേട്ടു. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് നിലവിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് കരയാൻ മനസ്സുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കാൻ കഴിയുന്ന അധികാരമുള്ള യേശുവിൻ്റെ ശക്തി ഈ രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുക, ഈ ദേശത്തിനകത്ത് വ്യാപരിക്കുക. വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി ഇന്ന് രാത്രി ആ ദൈവശക്തി വ്യാപരിക്കുക. രക്ഷിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ നാമം രാത്രി ഞാൻ ഉയർത്തുന്നത് രക്ഷിക്കാൻ കഴിയുന്ന ക്രിസ്തുവിനെയാ, ചരിത്രം മാറ്റാൻ കഴിയുന്ന ക്രിസ്തുവിനെയാ. നിങ്ങൾ ഇതുവരെ വന്നതുപോലല്ല. നിങ്ങൾ ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയ്ക്കകത്താകട്ടെ, പക്ഷെ തകർന്നൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസരത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുപോയോ? വഴികൾ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുപോയോ? തലമുറയോർത്ത് നിങ്ങൾ അത്രയ്ക്ക് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത നിരാശ നിങ്ങളുടെ അകത്ത് ബാധിച്ചിരിക്കുന്നു. ഡിപ്രഷനകത്ത് നിങ്ങൾ ഇന്ന് രാത്രി പോയോ? ഞാൻ ഉറപ്പ് പറയുന്നു, ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി എൻ്റെ യേശുവിന് കഴിയും. ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി എൻ്റെ യേശുവിന് കഴിയും. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകൾക്കകത്തും പരിവർത്തനം വരുത്താൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തും ഈ ദേശത്തും വ്യാപരിക്കുന്നത് വിശ്വസിച്ച് അനുഭവിക്കുന്നവർ ഈ രാത്രി ആ നാമത്തെ ഉയർത്ത ശബ്ദത്തോടെ ഇന്ന് രാത്രി ഒന്ന് നിലവിളിച്ചിട്ട് പറ, യേശുവേ എന്നെ വിടുവിക്കണം. ജീസസ്. ക്രിസ്തുവിന്റെ മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അടുത്തൊരു 5 മിനിറ്റിൽ വ്യക്തമായിട്ട് രക്ഷപ്പെടാനുള്ളൊരു വഴിയും കൂടി ഇന്ന് രാത്രി പറയാം. രക്ഷപ്പെടാൻ പ്രിയരെ, നിങ്ങൾ അർപ്പിക്കുന്ന ഒരു പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. രക്ഷപ്പെടാൻ ഒരു വഴി ഇന്ന് രാത്രി ഈ സന്ദേശത്തിനകത്ത് ഞങ്ങൾ ഉയർത്തുക. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ മുഴുവൻ പാപിയാ, മനുഷ്യൻ മുഴുവൻ അടിമത്തത്തിനകത്താണ്. ഈ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. എന്നാൽ ഈ ശിക്ഷ വഹിച്ചുകൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു ക്രൂശിൽ മരിച്ചു. എന്തിനാ യേശു മരിച്ചത്? യേശു മരിച്ചത് വിപ്ലവം നടത്തിയതിനല്ല. യേശു മരിച്ചതിന് കൊലപാതകത്തിൻ്റെ ശിക്ഷയായിട്ടല്ല ക്രിസ്തു മരിച്ചത്. ക്രിസ്തു മരിച്ചത് നമ്മുടെ പാപത്തിനു വേണ്ടിയാണ്. ഇവിടെ മതങ്ങൾ പറയുന്ന അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, ഈ കാര്യങ്ങൾ മുഴുവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പം യേശു ക്രിസ്തു എന്നേക്കുമായി നമ്മുടെ പാപത്തെ ഒഴിച്ചു മാറ്റേണ്ടതിന് നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ ശിക്ഷ അവിടുത്തെ മേലായി, അവിടുത്തെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വരുവാനിടയായി. എൻ്റെ പകരക്കാരനായി യേശു മരിച്ചു. അപ്പം യേശു മരിച്ചെന്നുള്ളത് സത്യ. ഇനി ആ മരണം എൻ്റെ മരണമായി മാറും.
കാരണം എൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് അവിടുന്ന് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. അടുത്തത്, അവിടുത്തെ മരണത്താൽ എനിക്ക് നീതി ലഭിച്ചു എന്നത് ഞാൻ വിശ്വസിക്കണം. അവിടുത്തെ മരണം എൻ്റെ മരണം മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാപത്തിൻ്റെ ശക്തി അറുന്നുമാറും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശാപത്തിൻ്റെ ശക്തി അറുന്നുമാറും. നിങ്ങളുടെ നിരാശയുടെ ശക്തി അറുത്തുമാറും. കാരണം യേശുവിൻ്റെ നാമത്താലുള്ള ജീവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. യേശു എന്തിനാ മരിച്ചത്? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു, തിരുവെഴുത്തിൻ പ്രകാരം സ്വർഗാരോഹണം ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി എൻ്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് മതത്തിലേക്കല്ല, ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ക്രിസ്തു കർത്താവായ ഒരു ജീവിതത്തിലേക്കാണ്. ക്രിസ്തു കർത്താവായ ഒരു ജീവിതത്തിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മാറ്റിമറിച്ച് യേശു നിങ്ങളുടെ കർത്താവാകുന്ന ഒരു ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ വിളിക്കുക. ആ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അത് മുഴുവൻ ചെയ്തു തരാൻ കഴിയുന്ന അധികാരമുള്ള ഒരുവനെയാ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. സർവാധികാരിയായ ഒരുവനെ ഉയർത്തുന്നത്. ഹൃദയങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ഇന്ന് രാത്രി കൊടുത്തിട്ട് യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാം. ഇന്ന് രാത്രി അങ്ങനൊരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ അടുക്കൽ ആ ഒരുവനെ എടുത്തുകൊണ്ട് വന്നപ്പം ക്രിസ്തു ആദ്യം പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ആദ്യം വേണ്ടത് പാപമോചനമാണ്, രണ്ടാമത് വേണ്ടത് സൗഖ്യമാണ്. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത് രക്ഷിതാവും കർത്താവുമായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ കനത്ത ശബ്ദത്തോടെ പറയാം. ഇന്ന് രാത്രി നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ സ്വീകരിച്ച കർത്താവിന് ഈ രാത്രി നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ആ വിടുവിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ ശക്തിയുള്ള കരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ഈ ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ നേരിടുന്ന വിഷയങ്ങളുടെ വലിപ്പം എത്ര വലുതാണെങ്കിലും അതിനകത്തുനിന്നൊക്കെ നിങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവേ, ആ കരം നീട്ടി ഈ രാത്രി എന്നെ വിടുവിക്കണം. ഹൃദയങ്ങൾ ഇന്ന് രാത്രി യേശുവിനെ വിട്ടു കൊടുക്കുക. അപ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. 2, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർ, ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവർ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് പ്രത്യക്ഷമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. അതിനകത്ത് കേവലം ഏതെങ്കിലും ഒരു സമൂഹം പറയുന്നൊരു ബാഹ്യാചാരമല്ല സ്നാനം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് നിങ്ങൾ അനുരൂപപ്പെടുകയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഡിക്ലറേഷനാണ് നിങ്ങൾ അവിടെ നടത്തുന്ന. ക്രിസ്തുവിനോടൊപ്പം ഞാനും മരിക്കുകയാ, ക്രിസ്തുവിനോടൊപ്പം ഞാനും ഉയർത്തെഴുന്നേൽക്കുക, ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റവർ വിശുദ്ധിയിൽ ജീവിക്കണം, യേശുവിനെ പോലെ ജീവിക്കണം, യേശുവിൻ്റെ വഴിയിൽ നടക്കണം. യേശു കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങൾ, മാതൃകകൾ അംഗീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ചരിത്രം മാറുന്ന ഒരു ഭാവി ദിവസം വരുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവർ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധിയിൽ ജീവിക്കണം, കൂട്ടായ്മ ആദരിക്കണം, ദൈവിക സമൂഹത്തോടൊപ്പം, പ്രാർത്ഥിക്കുന്ന സംഘങ്ങളോടൊപ്പം, വിശുദ്ധ ജനത്തോടൊപ്പം ഒരുമിച്ച് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തി പ്രത്യാശയിൽ പ്രാർത്ഥന കഴിച്ച് മുൻപോട്ട് പോകുമ്പോൾ താമസമിന ഇനി ഒരു ദിവസത്തിൽ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോക സംഭവങ്ങൾ മുഴുവൻ ഒരുങ്ങി നിന്നത് എന്തോ ഒരു വലിയ സംഭവത്തിന് വേണ്ടിയാ. രാജ്യമൊരുങ്ങി, സംസ്കാരങ്ങൾ ഒരുങ്ങി, സകലതും ഒരുങ്ങി കാത്തിരുന്നപ്പോഴാ യേശു ക്രിസ്തു ഒന്നാമത് വന്നത്. എന്നാൽ ഇന്ന് 2000 വർഷങ്ങൾ പിന്നിട്ടപ്പം ലോകം മുഴുവൻ ഒരു സംഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, മധ്യപൂർവ്വദേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇസ്രായേൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇന്ന് ശാസ്ത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വിസ്ഫോടനത്തിന്റെ വാക്യം നിൽക്കുക. രാജ്യം രാജ്യയോടും
ജാതിയോടും എതിർത്തുകൊണ്ടിരിക്കുക. ക്ഷാമം, ഭൂകമ്പങ്ങൾ നടക്കുക, യുദ്ധവും യുദ്ധശ്രുതികളും ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ചേർത്ത് വെക്കുന്ന ഒരു സംഭവം യേശു ക്രിസ്തു വേഗം വരാറായി. ഈ 3 ദിവസത്തെ സുവിശേഷ പ്രഭാഷണ പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്, ഒരുവൻ വരാറായി, യേശു ക്രിസ്തു വരാറായി. ദേശമേ ദേശമേ, യേശുവിന്റെ വാക്ക് കേൾക്കുക, മനസാന്തരപ്പെട്ട് ഈ സത്യത്തിലേക്ക് വരിക. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ യേശുവിന് വേണ്ടി ഹൃദയങ്ങളെ ഇന്ന് രാത്രി തുറന്നു കൊടുക്കുക. രക്ഷിക്കാൻ കഴിയുന്ന യേശുവിന്റെ നാമത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുക. ഒരു നിമിഷം നാം എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. വിടുവിക്കാൻ കഴിയുന്ന യേശുവിന്റെ കരം ഇന്ന് രാത്രി ഈ ജനത്തിന് വേണ്ടി വ്യാപരിക്കും, ഈ ദേശത്തിന് വേണ്ടി വ്യാപരിക്കും, അത് ജനസമൂഹങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ചരിത്രം മാറ്റാൻ കഴിയുന്ന യേശുവിന് എൻ്റെ ജീവിതത്തെ തൊടാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ കരം എന്നെ തൊടണം. യേശുവിൻ്റെ നാമത്താൽ എനിക്ക് സൗഖ്യം സംഭവിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിനകത്ത് ഇന്ന് രാത്രി കരം എന്നെ തൊടണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവർ ധൈര്യത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇവിടെ പ്രസംഗിച്ചത് വെറും പ്രസംഗമല്ല, മറിച്ച് ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. ഇവിടെ ഞങ്ങൾ ഉയർത്തിയത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ. അതെവിടെ ഉയർത്തിയാലും അതിനകത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രി ദൈവ മഹത്വം അവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഞങ്ങളെ ഈ ശബ്ദ സീമയിൽ കേട്ട പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ തകർന്ന ഹൃദയത്തോടെ, ആത്മഹത്യ പ്രവണതകളോടെ, ജീവിതം ഉടഞ്ഞവരായി, ലഹരി കൊണ്ട് തകർക്കപ്പെട്ടവരായി, സാധ്യതകൾ ഇല്ലാത്തവരായി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ, ദുർഭൂത വ്യാപാരങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, ദേശത്തിന്റെ അധിപതികൾ അടച്ചുവെച്ച ഹൃദയങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ രാത്രി തുറക്കപ്പെടട്ടെ. ക്ഷയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചരിത്രം മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. ജീവിതത്തിന് പരിവർത്തനം വരുത്തുന്ന ക്രിസ്തുവിന് വേണ്ടി ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ്.